ആദ്യമായി ഏറ്റവും നല്ല ഫലങ്ങൾ കിട്ടുന്നത് ഇടവം രാശിക്കാർക്കാണ്. അവരുടെ ഫലമാണ് ഇവിടെ പറയുന്നത്. ഇടവം രാശിക്കാർക്ക് വളരെ നല്ല ഫലങ്ങളാണ് രണ്ടാം പകുതി 2025 കിട്ടാൻ പോകുന്നത്. കാരണം ഒന്നാം പകുതി കഴിയുമ്പോൾ വ്യാഴവും ശനിയും രാശി മാറും. ഈ രാശിമാറ്റം കൊണ്ട് ഇവർക്ക് വളരെ നല്ല ഫലങ്ങളാണ് ഇടവം രാശിക്കാർക്ക് കിട്ടാൻ പോകുന്നത്. ഈ ആദ്യ പകുതിയിൽ 2025 ശനി 10ലാണ് ഇവർക്ക് നിൽക്കുന്നത്. ശനി 10 കണ്ടക ശനിയായിട്ട് നിൽക്കുകയാണ്. അത് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഇവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇപ്പോൾ ഓൾറെഡി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. 10 കർമ്മസ്ഥാനത്താണ് ഇപ്പോൾ ശനി നിൽക്കുന്നത്. കർമ്മസ്ഥാനത്ത് ശനി നിൽക്കുമ്പോൾ സ്വാഭാവികമായും ജോലിയിൽ തടസ്സം ഉണ്ടാവും. ജോലിയിലാണെങ്കിലും തൊഴിലാണെങ്കിലും കർമ്മത്തിലാണെങ്കിലും അത് ബിസിനസ്സാണെങ്കിലും അത് എന്താണെങ്കിലും, അത് സർവീസ് ബിസിനസ്സാണെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ വ്യാപാരി വ്യവസായമാണെങ്കിലും എന്ത് ജോലിയാണെങ്കിലും അവരുടെ കർമ്മത്തിൽ വിഘ്നങ്ങളുണ്ടാവും, തടസ്സങ്ങളുണ്ടാവും, ബുദ്ധിമുട്ടുകൾ 10 ശനി ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഈ തടസ്സങ്ങൾ കൊണ്ട് തന്നെ ധനവരവിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും, ധനാഗമനത്തിന് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും, നമുക്ക് കിട്ടേണ്ടതായ ധനങ്ങൾ മര്യാദയ്ക്ക് കിട്ടില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പ്രസൻറ്റിൽ ഇപ്പോൾ അവർ അനുഭവിക്കുന്നതായ ആൾക്കാരാണ് ഈ ഇടവം രാശിക്കാർ. ഈ 10 ശനി കൊണ്ട് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഇവർ അനുഭവിക്കുന്നുണ്ടാവും. അസുഖങ്ങളൊക്കെ ഇവർക്ക് എന്തെങ്കിലും ചെറുതായിട്ട് പിടിപെട്ട് ചിലരുടെ ഹോസ്പിറ്റൽ വാസങ്ങളും അതുമാതിരി പാഴ്ചെലവുകൾ ഉണ്ടായിട്ടുണ്ടാവും. ഇവരുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ വീട്ടിലെ കുട്ടികൾക്കാണെങ്കിലും അവർക്ക് ചെറിയ ബുദ്ധിമുട്ടുകളും അതുകൊണ്ട് ഇവർക്ക് മനോവിഷമങ്ങളും മനക്ലേശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. എന്ത് കാര്യം തുടങ്ങി വെച്ചാലും അതൊക്കെ ഇങ്ങനെ നീണ്ടു പോണ അവസ്ഥകളുണ്ടാവും. കല്യാണമൊക്കെ കഴിയാത്തവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നീണ്ടു പോവുക. ജോലിയൊക്കെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണവരാണെങ്കിൽ നീണ്ടു പോവുക. വിദേശത്തൊക്കെ ജോലി അന്വേഷിച്ച് പോയവരാണെങ്കിൽ വിസിറ്റേഴ്സ് കഴിഞ്ഞാലും കാര്യങ്ങൾ നടക്കാണ്ട് തിരിച്ചു വരേണ്ടി വരിക. അങ്ങനെ പല വിഷമങ്ങളും ഇവർ ഫീൽ ചെയ്ത് ഇപ്പോൾ 10 ശനി കൊണ്ട് അനുഭവിച്ചിട്ടുണ്ടാവും, പല ദുരിതങ്ങളും. ഇതെല്ലാം മാറി 11 ശനി മാറാൻ പോകുന്നത്. ശനി മാർച്ച് മാസത്തിൽ 11 മാറുന്നതോടുകൂടി വളരെ നല്ല ഫലമാണ് ഇവർക്ക് കിട്ടാൻ പോകുന്നത്. ആഗ്രഹ സഫലീകരണത്തിൻ്റെ സ്ഥാനമാണ് 11 എന്ന് പറയുന്നത്. ധനസ്ഥാനം എന്നും പറയും നമ്മൾ. അപ്പോൾ 11 ശനി വരുമ്പോൾ ധനവും ആഗ്രഹവും സ്വാഭാവികമായും പല കാലങ്ങളായിട്ട് ആഗ്രഹിച്ച പല കാര്യങ്ങളും നടക്കും. അതായത് വീട് വാങ്ങാനോ പല കാലങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു വാഹനം വാങ്ങാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നടക്കും. അതുമാതിരി ഒരു ജോലിയില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജോലിക്കൊക്കെ ആഗ്രഹിച്ചവർ അതിനു വേണ്ടി നടക്കുന്നവരാണെങ്കിൽ അത് ഉറപ്പായിട്ടും നടക്കും. 2025 മാർച്ചിന് ശേഷം കാര്യങ്ങളൊക്കെ നടക്കും. അതുമാതിരി തന്നെ ഓൾറെഡി ജോലിയിലുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ 10 ശനി കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറി അവർക്ക് ജോലിയിൽ നല്ല കാര്യങ്ങളൊക്കെ അത് വിചാരിച്ചേക്കാളും നല്ല രീതിയിൽ നടക്കും. നമ്മൾ 5 ചെയ്യുമ്പോൾ അതിനുള്ള 10ൻ്റെ റിസൾട്ട് കിട്ടും. അതാണ് അതിൻ്റെ രീതി വരും. ഇപ്പോൾ ഗവൺമെൻറ് ജോലിയിലുള്ളവർക്കാണെങ്കിൽ പ്രൊമോഷൻ കിട്ടും. അതുമാതിരി ട്രാൻസ്ഫറൊക്കെ ദൂരദേശത്തൊക്കെ ട്രാൻസ്ഫർ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് വീടിനടുത്തേക്കൊക്കെ വരാൻ ആഗ്രഹിച്ചവരാണെങ്കിൽ ഉറപ്പായിട്ടും കിട്ടും. അതുമാതിരി തന്നെ രാഷ്ട്രീയത്തിലുള്ളവർക്കൊക്കെ നല്ല സ്ഥാനമാനങ്ങൾ കിട്ടാൻ സാധ്യതയുള്ളൊരു സമയമായിരിക്കും. വിദ്യാർത്ഥികൾക്കൊക്കെ നല്ല ഉണ്ടാവും, വിദ്യയിലൊക്കെ നല്ല ഉയർച്ച ഉണ്ടാവും. അവരാഗ്രഹിച്ചതായ PGക്ക് പഠിക്കാനും ഇപ്പോൾ മെഡിക്കലോ എൻട്രൻസോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എൻട്രൻസോ ഒക്കെ ചെയ്തവരാണെങ്കിൽ നല്ല രീതിയിൽ വിചാരിച്ച രീതിയിൽ അവർ ആഗ്രഹിച്ച രീതിയിൽ ഇപ്പോൾ നല്ല ഗവൺമെൻറ് കോളേജുകളിലും കാര്യങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അതുമാതിരി തന്നെ വിദേശ പഠനത്തിനൊക്കെ ആഗ്രഹിച്ചവർക്ക് അതൊക്കെ നടക്കാൻ സാധ്യതയുള്ളൊരു സമയമാണ്. പിന്നെ ജോലിയൊക്കെ ഇപ്പോൾ ഈ IT മേഖലയിൽ ഇവരൊക്കെ ഉള്ളവരാണെങ്കിൽ ജോലിയൊക്കെ മാറാനോ കൂടുതൽ പാക്കേജിലൊക്കെ മാറാൻ ആഗ്രഹിച്ചവരൊക്കെ അതിനൊക്കെ സാധ്യതയുള്ള സമയമായിരിക്കും. ആഗ്രഹ സഫലീകരണത്തിൻ്റെ സ്ഥാനമാണ്. സ്വാഭാവികമായും ധനസ്ഥാനം കൂടി ആയതുകൊണ്ട് ധനപരമായ ഉയർച്ച ഉണ്ടാവും. ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ തൊഴിലിൽ നിന്ന് ബിസിനസ്സിലാണെങ്കിലും നല്ല പ്രോഫിറ്റ് ഉണ്ടാവും. അത് ജോലിയിൽ നിന്നാണെങ്കിലും നല്ല വരുമാനം ലഭിക്കുന്ന ഒരു സമയമായിരിക്കും. പൊതുവെ 11 ശനി വരുമ്പോൾ ഇവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറുന്നതായിരിക്കും. അതുമാതിരി തന്നെയാണ് ഇടവൻ രാശിക്കാർക്ക് ആദ്യ പകുതിയിൽ വ്യാഴം നിൽക്കുന്നത് ജന്മത്തിലാണ്. ജന്മത്തിലെ വ്യാഴം കൊണ്ട് ഇവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടാവും. വ്യാഴത്തിലെ ജന്മം കൊണ്ട് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഇവർ അനുഭവിക്കുന്നുണ്ടാവും. ശാരീരികമായ പീഡകൾ എന്തെങ്കിലും ചെറിയ രീതിയിലാണെങ്കിലും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഇവർക്ക് മാനസികമായിട്ടും അലട്ടുണ്ടാവും. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അലട്ടുണ്ടാവും. ഇതൊക്കെ മനസ്സിനും ഇതുണ്ടാവും. മാനസികമായ വിഷമങ്ങളും ടെൻഷനും അതുവഴിയുള്ള അസുഖങ്ങളും അവർ ഇപ്പോൾ അനുഭവിക്കുന്നതായ സിറ്റുവേഷൻ ഉണ്ടാവും. അതുമാതിരി ധനപരമായ നല്ല ക്ലേശം അനുഭവിക്കുന്നുണ്ടായിരുന്നൊരു സമയവും ഇപ്പോൾ വ്യാഴം ജന്മത്തിൽ നിൽക്കുന്നതായ സമയം ആദ്യ പകുതി വരെ 2025 ധനപരമായ കടമെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വരാം. അതുമാതിരി കടം കൊടുത്തതായ പൈസകൾ ഇപ്പോൾ തരാമെന്ന് പറഞ്ഞ് മേടിച്ചു കൊണ്ടുപോയിട്ട് തിരിച്ചു തരാൻ ബുദ്ധിമുട്ടുണ്ടാവാം. ഓർണമെൻറ്റ്സൊക്കെ ഇപ്പോൾ തിരിച്ചു തരാമെന്ന് പറഞ്ഞ് മേടിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു തരാൻ ബുദ്ധിമുട്ട് കാണിക്കുക. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ ചെയ്തു കൊടുത്ത ജോലിക്ക് കാശ് ഇപ്പോൾ തരാമെന്ന് പറഞ്ഞ് തരാണ്ടിരിക്കുക. അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും ധനപരമായ ക്ലേശങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. കടം വാങ്ങേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അതുമാതിരി EMI ആയിട്ടാണെങ്കിലും EMI എടുക്കേണ്ടതായ അവസ്ഥകൾ വരിക. അതൊക്കെ അടയ്ക്കാൻ ബുദ്ധിമുട്ട് വരിക. നമ്മളെക്കുറിച്ച് ആൾക്കാരെ അപവാദങ്ങൾ പറഞ്ഞു
വരുത്തുക. ഇതൊക്കെ ശത്രുക്കൾ നമ്മളെക്കുറിച്ച് പകർത്തുന്ന അപവാദങ്ങൾ കാര്യപ്രാപ്തിയിൽ എത്തുന്നതായ കാര്യസാധ്യതയിലേക്ക് എത്തുന്നതായ സാഹചര്യം വരിക, പൊതുവേ ഭാഗ്യമൊക്കെ കുറഞ്ഞു വരുന്നതായ ഒരു സാഹചര്യം തോന്നുന്നു. ഇതൊക്കെ ഈ ജന്മത്തിലെ വ്യാഴം കൊണ്ട് ഉണ്ടാകുന്നതായ സമയങ്ങളാണ്. 2025 പകുതി വരെ ഇപ്പോൾ അനുഭവിക്കുന്നതായ സാഹചര്യമാണ് ഇടവൻ രാശിക്കാർ. പൊതുവേ അവരുടെ ജോലിയിലൊക്കെ തടസ്സങ്ങൾ ഉണ്ടാവുക, വിവാഹമൊക്കെ ആലോചന നടക്കേണ്ടതെങ്കിൽ അതൊക്കെ തട്ടിപ്പോവുക, നല്ല ആലോചനകളൊന്നും വരാണ്ടിരിക്കുക, ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യണതൊക്കെ തട്ടിപ്പോവുക, നല്ലതൊന്നും കിട്ടാണ്ടിരിക്കുക. അതുമാതിരി നമ്മൾ വാക്സ്ഥാനം കൂടിയാണ് 2-ൽ വരുമ്പോൾ, വാക്കുമൂലമുള്ള ഇത് 2-ലേക്ക് വരുമ്പോൾ നല്ലത് വരും. ഇപ്പോൾ ജന്മത്തിലെ വ്യാഴം കൊണ്ട് പൊതുവെ ശാരീരികമായും ധനപരമായ ക്ലേശങ്ങളൊക്കെയാണ് മെയിനായിട്ട് വരിക. അതുമാതിരി പൊതുവെ നമ്മളെ ആൾക്കാർ പൊതുജനമധ്യത്തിൽ നമ്മൾ പറയുന്നതായ വാക്കിന് വിലയില്ലാണ്ടിരിക്കുക, അതുമാതിരി നമുക്കൊരു ബഹുമാനക്കുറവ് കിട്ടുക, അതൊക്കെ ഈ ജന്മത്തിലെ വ്യാഴം കൊണ്ടുണ്ടാവും. അതുമാതിരി കാര്യപരാജയം, നമ്മൾ ഇറങ്ങിത്തിരിക, എന്ത് കാര്യത്തിനും നടക്കുമെന്ന് വിചാരിച്ച് ഇറങ്ങിത്തിരിച്ചതായ കാര്യങ്ങൾ നടക്കാണ്ടിരിക്കുക, 2-3 വട്ടം ചെയ്തിട്ടും കാര്യങ്ങൾ നടക്കാണ്ടിരിക്കുക, കാര്യപരാജയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുമാതിരി കാര്യവിഘ്നം, നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നതായ കാര്യങ്ങളിൽ നമുക്ക് ഇറങ്ങാണ്ടിരിക്കാൻ തോന്നുന്ന പല തടസ്സങ്ങളും ഉണ്ടാവുക, അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകൾ ഈ വ്യാഴം ജന്മത്തിലുണ്ട് ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടാവും. ഇതൊക്കെ മാറാനാണ് പോകുന്നത്. 2-ാം സ്ഥാനത്തേക്കാണ് വ്യാഴം മാറാൻ പോകുന്നത്. 2025 മെയ്യോടുകൂടി വ്യാഴം മാറുകയാണ് 2-ാം സ്ഥാനത്തേക്ക്. 2-ാം സ്ഥാനത്തേക്ക് മാറുക എന്ന് പറയുമ്പോൾ രാശി മാറുന്നതായ സമയത്ത് 2-ലേക്ക് മാറുമ്പോൾ, 2 എന്ന് പറയുന്നത് ധനസ്ഥാനം വാക്സ്ഥാനമാണ്. ധനപരമായ നല്ല ഉയർച്ച ഉണ്ടാവും. ഇവരുടെ ജോലിയിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറും. ശാരീരികവും മാനസികമായ പ്രശ്നങ്ങളൊക്കെ ഇവർ അലട്ടിയുണ്ടായിരുന്നു, ഒക്കെ മാറും. ആരോഗ്യപരമായ നല്ല പുഷ്ടിയും ഉയർച്ചയും ഉണ്ടാവും. മാനസികമായ സുഖവും സന്തോഷവും ഉണ്ടാവും. വിനോദയാത്രകളൊക്കെ ഇവർ ചെയ്യും, പുണ്യയാത്രകളൊക്കെ ചെയ്യും. വാക്സ്ഥാനം കൂടിയാണ് 2 എന്ന് പറയുന്നത്. 2 എന്ന് പറയുന്ന വാക്സ്ഥാനത്തിലെത്തുമ്പോൾ ഇവരുടെ വാക്കിന് നൈപുണ്യം ഉണ്ടാവും. അതായത് ഇവർ പറയുന്ന വാക്കിന് പൊതുജന മധ്യത്തിൽ വിലയുണ്ടാവും. അപ്പോൾ ആൾക്കാർ ബഹുമാനിക്കും. ഇവർ പറയുന്നത് കേൾക്കാൻ വേണ്ടി ആൾക്കാർ ശ്രദ്ധിച്ചിരിക്കും. എന്നാൽ ബഹുജന മധ്യത്തിൽ കീർത്തിയും ബഹുമാനവും ഉണ്ടാവും. നമ്മുടെ ശത്രുക്കൾ നമുക്കെതിരെ പ്രവർത്തിക്കുന്നതൊന്നും ഒന്നും ഫലം കാണാത്ത അവസ്ഥകൾ വരും. ശത്രുക്കളിൽ മേൽ വിജയം കിട്ടുന്നതായ സാഹചര്യങ്ങൾ വരും. നമ്മുടെ കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വീടാൻ പറ്റും. EMI ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അടച്ചു തീർക്കാൻ പറ്റും. ഒരു വീട് വാങ്ങാനൊക്കെ ആഗ്രഹിച്ചവർക്ക് ഒരു വീട് വാങ്ങാൻ പറ്റുന്നതായ സാഹചര്യം 2-ലെ വ്യാഴം കൊണ്ട് അവർക്ക് കിട്ടും. ഈ 2025 പകുതി കഴിഞ്ഞ് അവർക്ക് ലോട്ടറി ഭാഗ്യം തന്നെ ഉണ്ടാവും ചിലപ്പോൾ. അത്ര നല്ല സമയം വരാൻ പോണ വ്യാഴം 2-ലും ശനി 11-ലേക്ക് മാറാൻ പോകണം. ഇപ്പോൾ ഇവർ ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകണം. ജന്മത്തിൽ വ്യാഴവും 10-ലെ ശനി കൊണ്ട് ഇത് മാറി വ്യാഴം 2-ലും ശനി 11 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഗ്രഹങ്ങളാണ് മാറുന്നത്. ഒരു 70% പ്രശ്നം ഇവരുടെ തീരും 2025 ശേഷം. വളരെ നല്ല സമയം വരാൻ പോകുന്നത്. സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാവും. കുടുംബത്തിൽ വളരെ നല്ല സുഖവും സന്തോഷവും നന്മകളൊക്കെ വരും. വിവാഹമൊക്കെ കഴിയാത്തവരുടെ വിവാഹം നടക്കും. വീട് വാങ്ങും. ഒരു വാഹനമൊക്കെ ഇല്ലാത്തവരാണെങ്കിൽ വാഹനം വാങ്ങാൻ ആഗ്രഹിച്ചവരാണെങ്കിൽ അത് നടക്കും. കാലങ്ങളായിട്ട് ജോലി കിട്ടാൻ ആഗ്രഹിച്ചവരൊക്കെ ആണെങ്കിൽ കിട്ടും. ഒരു ഗവൺമെൻറ് ജോലിയൊക്കെ കിട്ടാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കോൺട്രാക്ട് സ്റ്റാഫെങ്കിലുമായിട്ട് കിട്ടാം. വിദേശത്തൊക്കെ ജോലിക്ക് ആഗ്രഹിച്ചവരൊക്കെ പോകാൻ പറ്റാനും അവിടെ നല്ല രീതിയിൽ ഒരു ജോലി കണ്ടുപിടിക്കാനും പറ്റും. അതുമാതിരി ഇപ്പോൾ വിദേശ പഠനത്തിനൊക്കെ ആഗ്രഹിക്കുന്നവർ UK-ലൊക്കെ പോകാൻ ആഗ്രഹിച്ചവരുണ്ടെങ്കിൽ അതൊക്കെ നടക്കും. അതുമാതിരി PG ഒക്കെ പഠിക്കാൻ ആഗ്രഹിച്ച് പോവല്ല, ഈ MBBS BTech ഒക്കെ കഴിഞ്ഞ് MTechനോ MBAക്കോ MDക്കോ ഒക്കെ ചെയ്യാൻ ആഗ്രഹിച്ചവരുണ്ടെങ്കിൽ അവർക്കൊക്കെ അതിനുള്ള അഡ്മിഷനൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അവർ വർക്ക് ചെയ്താൽ നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമയങ്ങളാണ് ഇപ്പോൾ. മത്സര പരീക്ഷകൾക്ക് വിദ്യാർത്ഥികൾക്കൊക്കെ നല്ല പഠനത്തിൽ നല്ല രീതിയിൽ കാഴ്ചവെക്കാനും നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയ സമയമാണ് ഇടവൻ രാശിക്കാർക്ക്. മെയ് 2025 പകുതി കഴിഞ്ഞ് ഇവർക്ക് വളരെ നല്ല ധനപരമായ ഉയർച്ച ഉണ്ടാവും. ജോലിയിൽ ഉയർച്ച ഉണ്ടാവും. അതുമാതിരി ഇവരുടെ ആഗ്രഹങ്ങൾ പലതും നടക്കും. വളരെ കാലമായിട്ട് നടക്കാണ്ടിരുന്നത് ഇവരുടെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ മാറി വളരെ നല്ല സമയം വരാൻ പോകണം. അപ്പോൾ അത് കണ്ടറിഞ്ഞ് അവർ അത് പ്രവർത്തിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല റിസൾട്ട് കിട്ടും. എന്താ പറയുക, അവരുടെ ജാതകം നോക്കി വെച്ചിട്ട് അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് വെച്ച് നോക്കിയിട്ട്, ഇപ്പോൾ ചാരവശാലുള്ള ഫലങ്ങളാണ് പറയുന്നത്. അപ്പോൾ അത് മാറി അത് ജാതകം കൂടി ഏതാണ് നിങ്ങളുടെ ദശ നടക്കുന്ന കൂടി നല്ലതാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയാല്ലേ, വളരെ നല്ല ടൈമും വരാൻ പോകുന്നുണ്ടാവും. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഇടവൻ രാശിക്കാർക്ക്. അടുത്തതായി ഭാഗ്യമുള്ള 2025 ഭാഗ്യം വരാൻ പോകുന്നതായ ആൾക്കാരാണ് മകരം രാശിക്കാർ. മകരം രാശിക്കാർക്ക് ഇപ്പോൾ 7ാം ശനിയാണ് നടക്കുന്നത്.
ശനി 2-ലാണ് നിൽക്കുന്നത്. ഇപ്പോൾ 7 ശനിയായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഇവർക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഈ ശനി മാറി ശനി 3-ലേക്ക് വരുന്നത് വളരെ നല്ല സ്ഥാനത്തേക്കാണ് പോകുന്നത്. ശനി വളരെ നല്ല സ്ഥാനത്തേക്ക് വരുന്നതോടുകൂടി തന്നെ ഇവരുടെ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം തീരും. ധനപരമായ ഉയർച്ച ഉണ്ടാവും, ശാരീരികമായ ആരോഗ്യം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നൊക്കെ മാറും, എല്ലാം ഇതുണ്ടാവും. അതേപോലെ തന്നെയാണ് വ്യാഴം ഇപ്പോൾ 4-ലാണ് നിൽക്കുന്നത്. 4 കുടുംബപരമായ വഴക്കുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അവർ അനുഭവിക്കുന്നുണ്ടായിരുന്നത് എല്ലാം മാറി വ്യാഴം വരാൻ പോകുന്നത് മെയ്യിൽ വ്യാഴമാറ്റം വരുമ്പോൾ വ്യാഴം 5-ലേക്കാണ് വരാൻ പോകുന്നത്. സന്താനസ്ഥാനമായ 5-ൽ വ്യാഴം വരുമ്പോൾ വളരെ നല്ല ഫലങ്ങളായിരിക്കും വ്യാഴത്തിനെ കൊണ്ട് മകരം രാശിക്കാർക്ക് കിട്ടാൻ പോകുന്നത്. അവരുടെ സന്താനങ്ങളിൽ ഉയർച്ച ഉണ്ടാവും, സന്താനങ്ങൾ വഴി അവർക്ക് ധനപരമായ മുന്നേറ്റം ഉണ്ടാവും. അതുമാതിരി തന്നെ അവരുടെ കർമ്മരംഗത്ത് ഉയർച്ച ഉണ്ടാവും, ധനപരമായ നേട്ടങ്ങളുണ്ടാവും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ വരാനിരിക്കുകയാണ് 2025 മകരം രാശിക്കാർക്ക്. ഇപ്പോൾ പ്രസൻ്റ്ലി അവർക്ക് കുറച്ചധികം ബുദ്ധിമുട്ടിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ശനി 2-ലാണ് നിൽക്കുന്നത്. ധനസ്ഥാനമായ 2-ൽ ശനി നിൽക്കുന്ന സമയത്ത് 7 ശനിയാണ് ഇപ്പോൾ നടക്കുന്നത്. 7 കൊല്ലമായിട്ട് അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഇപ്പോൾ 2-ൽ ശനി നിൽക്കുന്ന സമയത്ത് ധനപരമായ നല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവും, ധനക്ലേശം ഉണ്ടാവും, ധനനാശം ഉണ്ടായിട്ടുണ്ടാവും. പല രൂപ കടം കൊടുത്ത് തിരിച്ച് കിട്ടാണ്ടിരിക്കുക. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നല്ല രീതിയിൽ നടക്കുമെന്ന് വിചാരിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്തത് അത് വിചാരിച്ച രീതിയിൽ നടക്കാണ്ട് അത് പൊളിഞ്ഞു പോകുന്നതായ സാഹചര്യങ്ങൾ വരും. അങ്ങനെ ആ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ നഷ്ടത്തിലേക്ക് പോവുക. അതുമാതിരി തന്നെ നമ്മൾ ജോലിയിലാണെങ്കിലും നല്ല രീതിയിലൊക്കെ പെർഫോം ചെയ്യാൻ പറ്റാണ്ട് നമ്മൾ ചെയ്തു കൊടുക്കാമെന്ന് ഏറ്റിരുന്ന കാര്യങ്ങൾ വിചാരിച്ച രീതിയിൽ ചെയ്തു കൊടുക്കാൻ പറ്റാണ്ട് വരിക. സ്വാഭാവികമായും ധനപരമായ പ്രശ്നങ്ങൾ അതുണ്ടാക്കും. അതുമാതിരി തന്നെ ബിസിനസ്സിലാണെങ്കിലും നമ്മൾ വിചാരിച്ച രീതിയിൽ പ്രോഫിറ്റ് നമുക്ക് കിട്ടാണ്ടിരിക്കുക, നമുക്കത് നല്ല രീതിയിൽ ബിസിനസ് ശരിയായി വരാണ്ടിരിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ 2-ലെ ശനി ഉണ്ടാക്കിയിട്ടുണ്ടാവും. 2-ാം സ്ഥാനം എന്ന് പറയുന്നത് വാക്ക് സ്ഥാനം കൂടി നമ്മൾ പറയും, വാക്കിനെ കുറിക്കുന്ന ഒരു സ്ഥാനം കൂടിയാണ്. ശനി 2-ൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായും വാക്ക് പിഴവുകൾ ഉണ്ടാവും എന്നാണ് പറയുക. മനസ്സിലായി? വാഗ്ദോഷങ്ങളുണ്ടാവും, വാക്കുകൾ മൂലം വഴക്കുകൾ ഉണ്ടാവും. അത് വീട്ടിലാണെങ്കിലും നമ്മൾ പറയുന്ന വാക്കുകൾ കൊണ്ട് വഴക്കുകൾ ധാരാളം ഉണ്ടാവും. അത് ഓഫീസിലാണെങ്കിലും നമ്മൾ പറയാൻ പാടാത്തത് നമ്മുടെ വായിന്ന് വരിക, നമ്മൾ വാഗ്ദോഷം ഉണ്ടാവുക എന്നൊക്കെ പറയും. അതുവഴി വാക്ക് തർക്കങ്ങൾ ഉണ്ടാവാം, കോവർക്കേഴ്സുമായിട്ട് സഹപ്രവർത്തകർക്കായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അതുമാതിരി മേലധികാരികളോടൊക്കെ തിരിച്ച് പറയേണ്ടതായ സാഹചര്യങ്ങൾ വരിക, അത് തിരിച്ച് പറയുക. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം. അത് ജോലിയെ ബാധിക്കാം. അതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. ഗവൺമെൻറ് ജോലിയിലുള്ളവരൊക്കെ ആണെങ്കിൽ അതിൻ്റെ ചെറിയ പനിഷ്മെൻറ്റൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൊരു സമയമായിരിക്കും 2-ൽ ശനി നിൽക്കുമ്പോൾ. അതുമാതിരി തന്നെ വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിച്ചവരൊക്കെ ആണെങ്കിൽ അതൊക്കെ കുറച്ച് നീണ്ടുപോകാൻ സാധ്യതയുള്ള സമയമായിരിക്കും 2-ലെ ശനി കൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുകൾ ഒരുപാട് ഇപ്പോൾ അവർ അനുഭവിക്കുന്നുണ്ടാവും. അതുമാതിരി കടം കൊടുത്താൽ ഇപ്പോൾ തരാമെന്നൊക്കെ പറഞ്ഞ് മേടിച്ചു കൊണ്ടുപോയിട്ട് സാധനം തിരിച്ചു തരാണ്ടിരിക്കുക. അത് ഒരു വസ്തുവാണെങ്കിലും പണമായിട്ടാണെങ്കിലും മേടിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു തരാണ്ടിരിക്കുക. ഇപ്പോൾ മാല ഇപ്പോൾ തരാമെന്ന് പറഞ്ഞ് മേടിച്ചു കൊണ്ടുപോയി തിരിച്ചു തരാണ്ടിരിക്കുക, പൈസ ഇപ്പോൾ തരാമെന്ന് പറഞ്ഞ് മേടിച്ചുകൊണ്ടുപോയി തിരിച്ചു തരാണ്ടിരിക്കുക. അതൊക്കെ സാധ്യതയുള്ളൊരു സമയമാണ്. കടം കൊടുക്കുമ്പോൾ ഇപ്പോൾ വളരെയധികം സൂക്ഷിച്ച് വേണം കൊടുക്കാനായിട്ട്. തിരിച്ച് കിട്ടില്ല എന്ന് വിചാരിക്കുന്നവർക്ക് കൊടുക്കാതിരിക്കുകയായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ അത് വഴക്കിലേക്ക് നീങ്ങാനേ സാധ്യത ഉണ്ടാവുള്ളൂ. അതുമാതിരി ഓഫീസിലൊക്കെ സംയമനം പാലിച്ചില്ലെങ്കിൽ വളരെയധികം വഴക്കുകളൊക്കെ 2-ലെ ശനി ഇപ്പോൾ അവർക്ക് ഉണ്ടാക്കുന്നുണ്ടാവും. പക്ഷേ ഈ ശനി മാറാൻ പോവാണ്, 3-ലേക്കാണ് വരാൻ പോകുന്നത്. 3-ലേക്ക് മാർച്ചിൽ ശനി മാറുന്നതോടുകൂടി വളരെ നല്ല ഫലങ്ങളാണ് പിന്നെ മകരം രാശിക്കാർക്ക് ഉണ്ടാവുന്നത്. കാര്യവിജയം ഉണ്ടാവും. നമ്മൾ എന്ത് കാര്യങ്ങളിൽ ഇറങ്ങി തിരിച്ചാലും ആ കാര്യങ്ങൾ നല്ല രീതിയിൽ നടത്തിയെടുത്ത് സക്സസ് ആക്കി എടുക്കാനുള്ള ഒരു കഴിവ് അവർക്ക് കിട്ടും ശനി 3-ൽ വരുമ്പോൾ. അതുമാതിരി തന്നെ കുടുംബത്തിനെ കുറിക്കുന്ന ഭാവമാണ് 3 എന്ന് പറയുന്നത്. ഫ്രണ്ട്സ്, കുടുംബമൊക്കെ ആയിട്ട് നല്ല ബന്ധങ്ങളും അവരിൽ നിന്ന് ഗുണങ്ങളും ഗുണാനുഭവങ്ങളും ഉണ്ടാവും. അതായത് കൂട്ടുകാരുടെ വൃന്ദങ്ങളിൽ നിന്ന് നമുക്ക് സഹായങ്ങളൊക്കെ കിട്ടുക. അതുമാതിരി തന്നെ സമൂഹത്തിലൊക്കെ ഒരു കീർത്തിയും ബഹുമാനമൊക്കെ ഉണ്ടാവുക. നമ്മുടെ ബന്ധുക്കളൊക്കെ തന്നെ വിദേശ രാജ്യത്തുണ്ടെന്നുണ്ടെങ്കിൽ അവർ വഴി എന്തെങ്കിലുമൊക്കെ നമുക്ക് സമ്മാനങ്ങളോ അല്ലെങ്കിൽ ധനപരമായ ഉയർച്ച ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മളവർക്ക് വിദേശത്ത് കൊണ്ടുപോയി ഒരു ജോലി ശരിയാക്കി തരിക, അല്ലെങ്കിൽ നമ്മുടെ മക്കളെ കൊണ്ടുപോയി ഒരു ജോലി ശരിയാക്കി കൊടുക്കുക. ഇതൊക്കെ സാധ്യതയുള്ള സമയമാണ് ശനി 3-ലേക്ക് മാറുമ്പോൾ എന്ന് പറയുന്നത്. ധനപരമായ നല്ല ഉയർച്ച ഉണ്ടാവും. നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ പല രീതിയിലും ധനാഗമനം ഉണ്ടാവുക, പുതിയ പല ധനസ്രോതസ്സുകളും കണ്ടെത്താൻ പറ്റുക, അതിൽ നിന്നെല്ലാം ഉയർച്ചയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ്. മാനസികമായ സുഖവും സന്തോഷവും ഒരു കോൺഫിഡൻസും ധൈര്യവും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ശനി 3-ൽ നിൽക്കുമ്പോൾ എന്ന് പറയുന്നത്. മാതിരി കാര്യതടസ്സങ്ങളൊക്കെ മാറും.
കാര്യതടസ്സങ്ങളും കാര്യവിഘ്നങ്ങളൊക്കെ മാറും എന്ന് പറയുന്നത്. നമ്മളെന്ത് കാര്യങ്ങൾ ഇറങ്ങി തിരിച്ചാലും അതൊക്കെ വളരെ സ്മൂത്തായിട്ട് നീങ്ങുക. നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ 5 ചെയ്താൽ 10-നുള്ള റിസൾട്ട് കിട്ടുക, 10-നുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുക. അങ്ങനെ നല്ലൊരു സമയമായിരിക്കും ശനി 3-ലേക്ക് വരുമ്പോൾ. കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കാനും ധനപരമായ ഉയർച്ച ഉണ്ടാവാനൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ്. കുടുംബത്തിൽ പ്രത്യേകം പറയാനുള്ളത്, കുടുംബത്തിൽ സുഖവും സന്തോഷവും ഉണ്ടാവും, കുടുംബത്തിൽ ഐക്യം ഉണ്ടാവും, കുടുംബപരമായ കുടുംബക്കാരുടെ ഒരു സഹകരണവും കുടുംബക്കാരുടെ എല്ലാ സപ്പോർട്ടും നമുക്ക് കിട്ടും. അതുവഴി നമുക്ക് ഉയർച്ച ഉണ്ടാവും. അതുമാതിരി തന്നെ നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളും വഴി. അതാണ് ശനി 3-ൽ നിൽക്കുമ്പോൾ മെയിനായിട്ട് പറയാനുള്ളത്. അതുമാതിരി തന്നെ വ്യാഴം 4-ൽ നിൽക്കുന്ന വ്യാഴമാണ് 5-ലേക്ക് വരുന്നത്. 5-ൽ വ്യാഴം വരുമ്പോൾ എന്ന് പറയുന്നത് സന്താനഭാവമാണ് 5 എന്ന് പറയുന്നത്. 5 എന്ന് പറയുന്ന സന്താനഭാവത്തിൽ വ്യാഴം വരുന്നത് വളരെ നല്ല ഫലങ്ങളായിരിക്കും മകരം രാശിക്കാർക്ക് കൊടുക്കാൻ പോകുന്നത്. 5 സന്താനസ്ഥാനം മാത്രമല്ല, കോൺഫിഡൻസ് ഉണ്ടാവാനും ധനപരമായ ഉയർച്ചയൊക്കെ ഉണ്ടാവാനും പറ്റിയൊരു സ്ഥാനമാണ് വ്യാഴം 5-ൽ നിൽക്കുമ്പോൾ. അതുമാതിരി മെയിനായിട്ട് സന്താനഭാവമാണ്. സന്താനഭാവത്തിൽ നിൽക്കുമ്പോൾ സന്താനങ്ങളുടെ വിദ്യാഭ്യാസപരമായ ഉയർച്ച ഉണ്ടാവുക, സന്താനങ്ങളുടെ ആരോഗ്യത്തിന് ഉയർച്ച ഉണ്ടാവുക, അതുമാതിരി സന്താനങ്ങളുടെ ജോലിയിൽ നിന്ന് ഉയർച്ച ഉണ്ടാവുക. അതുവഴി സന്താനങ്ങൾ വഴി ധനപരമായ ഉയർച്ച നമുക്ക് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് ജോലി നല്ല സൗകര്യമായാൽ നമുക്ക് അതിൻ്റേതായ ഗുണങ്ങളുണ്ടാവും. അതേമാതിരി തന്നെ സന്താനങ്ങൾ വഴി ഉയർച്ചകൾ ഉണ്ടാവുക, സമൂഹത്തിൽ സന്താനങ്ങൾ വഴി കീർത്തിയും ഇതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അതുമാതിരി തന്നെ മകരം രാശിക്കാർക്ക് വ്യാഴം 5-ൽ നിൽക്കുന്നതായ സമയത്ത് അവരുടെ ജോലിയിൽ ഉയർച്ച ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. പ്രമോഷൻ കിട്ടാനും അതുമാതിരി ജോലിയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും ശ്രദ്ധിക്കാനും ഏറ്റെടുക്കുന്നതായ പ്രൊജക്റ്റുകളൊക്കെ നല്ല രീതിയിൽ ചെയ്തു തീർത്തു കൊടുക്കാനൊക്കെ പറ്റുന്ന ഒരു സമയമാണ് വ്യാഴം 5-ൽ നിൽക്കുമ്പോൾ എന്ന് പറയുന്നത്. അങ്ങനെ ധനപരമായ ഉയർച്ച ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. ബിസിനസ്സുകാർക്കൊക്കെ അവരുടെ പ്രോഫിറ്റൊക്കെ വളരെയധികം വർദ്ധിപ്പിക്കാനും ബിസിനസ്സൊക്കെ എക്സ്പാൻഡ് ചെയ്യാനും പറ്റുന്ന ഒരു സമയമാണ്. അതുമാതിരി തന്നെ വിദേശത്തൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ നല്ല രീതിയിൽ വേറെ ജോലികളിലേക്ക് മാറാനും നല്ല പുതിയ ജോലികളിലേക്ക് മാറാനും അതുമാതിരി തന്നെ സാലറിയും ഡെസിഗ്നേഷനാണെങ്കിലും എല്ലാം കൂട്ടാനൊക്കെ പറ്റിയതായൊരു സമയമാണ് മകരം രാശിക്കാർക്ക് വ്യാഴം 5-ൽ നിൽക്കുന്ന സമയത്തെന്ന് പറയുമ്പോൾ. അതുമാതിരി തന്നെ നല്ല കോൺഫിഡൻസ് ഉണ്ടാക്കും. ചെയ്യേണ്ടതായ പല കാര്യങ്ങളും ചെയ്യേണ്ട സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ള ബുദ്ധി തോന്നുന്നതാണ് പറയാം. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാനുള്ള ബുദ്ധി തോന്നും. അപ്പോൾ എന്തുണ്ടാവും, നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റേതായ നല്ല റിസൾട്ടുകൾ നമുക്ക് കിട്ടും. അതിൻ്റേതായ ഉയർച്ചയും ജീവിതത്തിലുണ്ടാവും. അതിപ്പോൾ വിവാഹമൊക്കെ നല്ല വിവാഹങ്ങൾ വരാൻ പറ്റിയ സമയമാണ്. 5-ൽ വ്യാഴം നിൽക്കുമ്പോൾ അത് നടക്കാനും ഇതിനൊക്കെ സാധ്യതയുള്ള സമയമാണ്. അതുമാതിരി തന്നെ നല്ല പുണ്യയാത്രകൾ ചെയ്യാനും അതുമാതിരി വിനോദയാത്രകളൊക്കെ ചെയ്യാനും കുടുംബമൊക്കെ ആയിട്ട് നല്ല രീതിയിൽ സുഖവും സന്തോഷത്തിലൊക്കെ പോകാൻ പറ്റിയ സമയമാണ്. വ്യാഴം 5-ലും ശനി 3-ലായിട്ട് നിൽക്കുന്ന ആ ഒരു സമയം വരുമ്പോൾ മകരം രാശിക്കാർക്കെന്ന് പറയുന്നത്. പൊതുവേ ശനി 3-ലും കുടുംബസ്ഥാനത്തും വ്യാഴം 5-ൽ സന്താനസ്ഥാനത്തിലും നിൽക്കുന്നതായ സമയത്ത് വളരെ നല്ല ഫലങ്ങളായിരിക്കും വരാൻ പോകുന്നത്. ഒരു വീടൊക്കെ വെക്കാൻ ആഗ്രഹിച്ചതായ ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വീട് വെക്കാനും ഒരു വാഹനം വാങ്ങാനൊക്കെ ആഗ്രഹിച്ചവരുണ്ടെങ്കിൽ ഒരു വാഹനം വാങ്ങാനും ധനപരമായ സ്ഥിരമായ ഒരു സെറ്റിൽമെൻറ്റ്, അതായത് ഇപ്പോൾ ഒരു ഗവൺമെൻറ് ജോലിയോ അല്ലെങ്കിൽ ഒരു സ്ഥിരവരതയുള്ള വരുമാനമുള്ള ഒരു ബിസിനസ്സോ നിത്യവൃത്തിക്കുള്ള ഒരു വരുമാന മാർഗ്ഗം കണ്ടെത്താനൊക്കെ പറ്റുന്നതായൊരു സമയമായിരിക്കും. അതുമാതിരി വിദ്യാർത്ഥികളായ കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ വിദ്യാപരമായ ഉയർച്ച ഉണ്ടാവാനും അവർ ചെയ്യുന്നതായ കാര്യങ്ങളിൽ നല്ല വിദ്യാവിജയം ഉണ്ടാവാനും നല്ല മാർക്കോടുകൂടി എന്തൊക്കെ കൂടി പാസ്സാവാൻ പറ്റുന്ന സമയമായിരിക്കും 2025-ൽ ശനിയും വ്യാഴത്തിൻ്റെയും മാറ്റം വരുന്നതോടുകൂടി. ശനി മാർച്ചിലും വ്യാഴം മെയിലുമാണ് മാറാൻ പോകുന്നത്. അപ്പോൾ ഇത് മാറുന്നതോടുകൂടി ഈ മകരം രാശിക്കാരുടെ ബുദ്ധിമുട്ടുകൾ ഓൾറെഡി ഉണ്ടായിരുന്നതായ ശനിദോഷങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി അവർക്ക് വളരെ നല്ല സമയവും വളരെ നല്ല എഫക്റ്റുകളാണ് വരാൻ പോകുന്നത്. കൃഷിയിലുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഭൂമിയിൽ നിന്ന് നല്ല ലാഭം ഉണ്ടാവാനും പറ്റിയ സമയമാണ്. അതുമാതിരി റിയൽ എസ്റ്റേറ്റിലും ഭൂമി ക്രയവിക്രയങ്ങളൊക്കെ നടത്തുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാനും അതുവഴി ഉയർച്ച ഉണ്ടാവാനൊക്കെ സാധ്യതയുള്ള സമയമാണ്. രാഷ്ട്രീയക്കാരായ മകരം രാശിക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരർഹിക്കുന്നതായ രീതിയിൽ പാർട്ടിയിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും ഗവൺമെൻറ് പരമായിട്ടുള്ള സ്ഥാനമാനങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുള്ളതായൊരു സമയമാണ്. അതുമാതിരി കലാകായിക രംഗത്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അവർക്ക് അർഹിക്കുന്നതായ രീതിയിൽ അവർക്ക് കിട്ടേണ്ടതായൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ഒരു സമയമാണ് മകരം രാശിക്കാർക്ക്.
ഇത് നമ്മൾ ചാരവശാലുള്ള ഫലങ്ങളാണ് പറയുന്നത്. മഹാദശയും അവരുടെ ഇപ്പോൾ നടക്കുന്നതായ മകരം രാശിക്കാരുടെ ജാതകം നോക്കി മഹാദശയും കൂടി നല്ലതാണെങ്കിൽ വളരെ നല്ല സമയമാണ്. ശരിക്കും ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും അവർക്ക്. അപ്പോൾ ജാതകം നോക്കി മഹാദശ എന്താണെന്ന് നോക്കി എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ അത് പരിഹാരം കൂടിയും ചെയ്ത് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ അവർക്ക് നല്ല റിസൾട്ട് 2025 തലവരെ തന്നെ മാറ്റാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാവട്ടെ ഉണ്ടാവും സാധ്യതയുള്ള സമയം തന്നെയാണ്. നല്ല അവരുടെ ഭാഗത്തു നിന്നുള്ള പരിശ്രമം കൂടി ഉണ്ടെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി അതൊക്കെ മനസ്സിലാക്കി കാര്യങ്ങൾ പ്രവർത്തിക്കുക. അടുത്തതായി ചിങ്ങം രാശിക്കാരുടെ കാര്യമാണ് പറയാൻ പോകുന്നത്. ചിങ്ങം രാശിക്കാർക്ക് ഇപ്പോൾ ഉള്ളത് വ്യാഴം 10ലാണ്. 10ലെ വ്യാഴം എന്ന് പറയുന്നത് കർമ്മവ്യാഴമാണ്. കർമ്മവ്യാഴം എന്ന് പറയുമ്പോൾ 10 കർമ്മസ്ഥാനമാണ്. ഈ കർമ്മസ്ഥാനത്തിൽ വ്യാഴം നിൽക്കുന്നതായ സമയത്ത് കർമ്മത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. കർമ്മത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന സ്ഥാനചലനമാണ് ഏറ്റവും കൂടുതൽ കർമ്മവ്യാഴം ഉണ്ടാക്കുക. ട്രാൻസ്ഫർ, അതുമാതിരി ചെയ്യുന്ന തൊഴിൽ മാറുക. അതായത് ഇപ്പോൾ പ്രൈവറ്റ് ജോലിയിലുള്ളവരൊക്കെ ആണെങ്കിൽ അതിൽ ബുദ്ധിമുട്ടുകൾ വന്നിട്ട് ടാർഗറ്റ് എത്തിക്കാണ്ടോ അല്ലെങ്കിൽ സെയിൽസ് മര്യാദയ്ക്ക് നടക്കാണ്ടോ, സെയിൽസിലോ അല്ലെങ്കിൽ പ്രൈവറ്റിലൊക്കെ ഉള്ളവരാണെങ്കിൽ അത് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റാണ്ട് ആ ജോലിയിൽ നിന്ന് മാറി വേറെ ജോലികളെ പിടിക്കേണ്ടതായ അവസ്ഥകൾ വരിക. ആ ജോലിയിൽ നമ്മൾ വേറെ പുതിയത് തപ്പേണ്ടയും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാം. അതുമാതിരി തന്നെ ഗവൺമെൻറ് ജോലിയിലുള്ളവരൊക്കെ ആണെങ്കിൽ ദൂരസ്ഥലത്തേക്കൊക്കെ ട്രാൻസ്ഫർ കിട്ടുക. അതുമാതിരി ഓഫീസിലൊക്കെ നമ്മളെക്കുറിച്ച് അപവാദങ്ങൾ പറയുക, ഓഫീസ് പൊളിറ്റിക്സൊക്കെ ഉണ്ടാവുക, ഫയൽ കാണാണ്ടാവുക അല്ലെങ്കിൽ ഫയൽ മാറ്റി വയ്ക്കുക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കോവർക്കേഴ്സ് നമുക്കെതിരെ ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള സമയങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യാഴം 10ലെ വ്യാഴം എന്ന് പറഞ്ഞാൽ മോശം സ്ഥലങ്ങളാണ്. ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്സൊക്കെ ഡള്ളായി വന്ന് പ്രോഫിറ്റ് കിട്ടാണ്ട് ബുദ്ധിമുട്ട് വന്ന് ആ ബിസിനസ് വേണ്ടാന്ന് വെച്ചാൽ വേറെ ബിസിനസ് തുടങ്ങേണ്ടതായ അവസ്ഥകൾ വരിക. പൊതുവേ ഒരു മാറ്റം ഉണ്ടാക്കും കർമ്മത്തിൽ, കർമ്മ വൈകല്യങ്ങൾ ഉണ്ടാക്കും, കർമ്മത്തിൽ മാറ്റങ്ങൾ വരുത്തുമെന്നാണ് പറയുക 10ലെ വ്യാഴം. അതുമാതിരി തന്നെ ജോലിയൊക്കെ അന്വേഷിച്ച് നടക്കണവരാണെങ്കിൽ അത് നീണ്ടു പോവുക. ഫ്രീലാൻസറോ അല്ലെങ്കിൽ സ്വന്തമായി സ്വയം തൊഴിൽ ചെയ്യുന്നതായ ആൾക്കാരാണെങ്കിൽ വർക്ക് കിട്ടാണ്ട് വരിക. അതുവഴി ധനപരമായ ക്ലേശം ഉണ്ടാവുക, ധനത്തിനൊക്കെ അനാവശ്യമായ പാഴ്ചെലവുകൾ ഉണ്ടാവുക. നമ്മൾ ചെയ്തു കൊടുത്ത പണികൾക്ക് തന്നെ നമുക്ക് കിട്ടേണ്ട കാശ് മുടങ്ങിക്കെടുക്കുക, അത് നമ്മൾക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ട് കാണിക്കുക. അതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളതായൊരു സമയമാണ് 10ലെ വ്യാഴം കൊണ്ട്. അതുമാതിരി തന്നെ ഇപ്പോൾ വിദേശത്തൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ പിടിച്ച് നിൽക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവേണ്ടതായ അവസ്ഥ വരും. അവിടെ തന്നെ അവർക്ക് ജോലി സ്ഥലത്ത് അവരുടെ പെർഫോമൻസ് നിലനിർത്താനായിട്ട് അവർ ഒരുപാട് കഷ്ടപ്പെടേണ്ടതായ അവസ്ഥകൾ വരും. പല രീതിയിലുള്ള പരീക്ഷണങ്ങളും ചലഞ്ചുകളും മേലധികാരിയിൽ നിന്ന് തന്നെ കിട്ടേണ്ടതായ അവസ്ഥകൾ വരും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഈ 10ലെ വ്യാഴം ഉണ്ടാക്കും കർമ്മ രംഗത്ത്. അതുമാതിരി വിദ്യാഭ്യാസത്തിലൊക്കെ കുട്ടികളാണെങ്കിൽ വിദ്യാഭ്യാസത്തിലൊക്കെ ആണെങ്കിൽ അവർക്ക് വിദ്യാപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, പഠനത്തിലൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക. അവർ ചെയ്യുന്ന വർക്കുകളൊക്കെ 2ഉം 3ഉം വട്ടം 5ഉം വട്ടമൊക്കെ പഠിച്ചാലേ അവർ വിചാരിച്ച റിസൾട്ട് കിട്ടുന്ന അവസ്ഥകൾ വരിക. അതുമാതിരി മത്സര പരീക്ഷകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതായ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ അവർക്ക് വിചാരിച്ചതായ രീതിയിലൊക്കെ എത്താൻ പറ്റുള്ളൂ ഈ കർമ്മത്തിൽ വ്യാഴം ഉണ്ടാവുന്നതായ സമയത്ത്. പൊതുവെ കർമ്മപരമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവരനുഭവിച്ചിട്ടുണ്ടാവും. സ്വാഭാവികമായും കർമ്മപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ധനപരമായ അതിനെ ബാധിക്കും. ധനപരമായ ബുദ്ധിമുട്ട് സ്വാഭാവികമായും നമുക്ക് നിത്യച്ചെലവിനാണെങ്കിലും നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടതായ പേയ്മെൻറ്റ് നമുക്ക് എത്താണ്ടും വരുന്ന സാഹചര്യങ്ങൾ വരും. അതിപ്പോൾ ബിസിനസ്സാണെങ്കിലും കണ്ടിന്യൂ ചെയ്തു പോകാനാണെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ കാശില്ലാതെ വരുന്നതായ ബുദ്ധിമുട്ടുകളും സാഹചര്യങ്ങളും വരാം. ധനപരമായ ബുദ്ധിമുട്ട് സ്വാഭാവികമായും ഉണ്ടാകുമ്പോൾ ഒരു മനുഷ്യൻ്റെ കുടുംബത്തിൽ ബുദ്ധിമുട്ടുകളുണ്ടാവും. അത് ബാക്കി കാര്യങ്ങളിലെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാവുന്ന സാഹചര്യങ്ങളുണ്ടാവും. അത് രണ്ടാമത്തെ കാര്യം. പിന്നെ ഇതെല്ലാം മാനസികമായ പ്രശ്നങ്ങളുണ്ടാക്കും. സ്വാഭാവികമായും മാനസികമായ വൈഷമ്യങ്ങളുണ്ടാവും, മാനസികമായ പിരിമുറുക്കളുണ്ടാവും, സ്ട്രെസ് ഉണ്ടാവും, ടെൻഷൻ ഉണ്ടാവും, ആങ്സൈറ്റി ഉണ്ടാവും. സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട അസുഖങ്ങളും കാര്യങ്ങളും വരാനും സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ വഴക്കുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വീട്ടിലാണെങ്കിലും കലഹങ്ങൾ ഉണ്ടാവാം, ഓഫീസിലാണെങ്കിലും വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ പെർഫോമൻസ് കുറയുമ്പോൾ സ്വാഭാവികമായും കലഹങ്ങൾ ഉണ്ടാവാം, മേലധികാരികളായിട്ട് തിരിച്ച് പറയേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടാവാം. അങ്ങനെയുള്ള വഴക്കും ഇതെല്ലാം ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയങ്ങൾ കൂടിയാണ്. അപ്പോൾ സംയമനത്തിലൂടെ പെരുമാറേണ്ടതായ സാഹചര്യങ്ങളാണ്. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതായ സമയങ്ങളാണ്. അത് ഓഫീസിലാണെങ്കിലും കർമ്മരംഗത്താണെങ്കിലും വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലാണെങ്കിലും വളരെയധികം സംയമനത്തോടെ കാര്യങ്ങളെ
കാണേണ്ടതായും പെരുമാറേണ്ടതായ ഒരു സമയമാണ് കർമ്മവ്യാഴം നിൽക്കുമ്പോഴുള്ള സമയം എന്ന് പറയുന്നത്. ഈ കർമ്മവ്യാഴമാണ് മെയ്യിൽ മാറിയിട്ട് 11 വ്യാഴം വരാൻ പോകുന്നത്. 11 വ്യാഴം വരുന്നതോടുകൂടി ചിങ്ങം രാശിക്കാരുടെ കാര്യങ്ങളെല്ലാം മാറി ഇപ്പോൾ ഈ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും എല്ലാം അവരുടെ മാറിപ്പോകും. 11 വ്യാഴം വരുന്നതോടുകൂടി ആഗ്രഹസ്ഥാനമായ 11 വ്യാഴം വരുമ്പോൾ വളരെ കാലങ്ങളായിട്ട് നടക്കാതിരുന്നതായ പല ആഗ്രഹങ്ങളും നടക്കും. അതായത് ഒരു വീട് വയ്ക്കാൻ ആഗ്രഹിച്ചതായ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വീട് വയ്ക്കാൻ പറ്റും. അതുമാതിരി വാഹനം മേടിക്കാൻ ആഗ്രഹിച്ചിരുന്നതായ ആളുകൾക്ക് വാഹനം മേടിക്കാൻ പറ്റും. ഒരു ജോലിക്കൊക്കെ വേണ്ടി അന്വേഷിച്ച് നടന്നതായ ആൾക്കാരുണ്ടെങ്കിൽ അവർ ആഗ്രഹിച്ചതായ രീതിയിൽ സാലറിയും കാര്യങ്ങളും പൊസിഷനൊക്കെ ഉള്ളതായ ഒരു ജോലി കിട്ടും. അതുമാതിരി ജോലിയൊക്കെ മാറാൻ ആഗ്രഹിച്ചവരുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ നല്ല ഉയർച്ചയിലുള്ള ജോലിയൊക്കെ മാറാൻ പറ്റും. ഗവൺമെൻറ് ജോലിയിലൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് പ്രമോഷൻ കിട്ടാൻ സാധ്യതയുള്ള സമയമായിരിക്കും 11 വ്യാഴം വരുന്ന സമയത്ത്. അതുമാതിരി തന്നെ ബിസിനസ്സുകാരൊക്കെ ആണെങ്കിൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാനും അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനും അവർക്ക് ഉണ്ടായിരുന്നതായ ബുദ്ധിമുട്ടുകൾ ധനപരമായ ക്ലേശങ്ങളൊക്കെ മാറി അവർ വളരെ നല്ല ഉയർച്ചയിൽ ബിസിനസ്സിലെത്താൻ സാധ്യതയുള്ള സമയമാണ്. അതുമാതിരി കടവും EMI ഒക്കെ എടുത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്യാനും അതൊക്കെ ഒന്ന് വീട്ടാനും പറ്റുന്ന ഒരു സമയമായിരിക്കും 11 വ്യാഴം നിൽക്കുമ്പോൾ. ധനപരമായ നല്ല ഉയർച്ച ഉണ്ടാവും, അതിലൊരു സംശയം ഉണ്ടാവണ്ട. അതുമാതിരി ഭാഗ്യം ഉണ്ടാവും, നമ്മൾ ആഗ്രഹിച്ച പല കാര്യങ്ങൾ നടക്കും. നമ്മൾ എന്താ പറയുക, സ്വപ്നം കണ്ടപ്പോൾ വിവാഹമൊക്കെ ആലോചനകൾ നടക്കുന്നതായ ആൾക്കാരാണെങ്കിൽ കഴിയാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ല ആലോചനകൾ വരാനും അത് നടന്നു കിട്ടാനും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും പറ്റുന്ന സമയമായിരിക്കും. ഒരു കുട്ടികളൊക്കെ ഉണ്ടാവാൻ ആഗ്രഹിച്ചവരാണെങ്കിൽ അതൊക്കെ ഉണ്ടാവാൻ പറ്റിയ സമയമാണ്. അതുമാതിരി സന്താനങ്ങളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം ഇതൊക്കെ നല്ല രീതിയിൽ പോകുമ്പോൾ 11 വ്യാഴം നിൽക്കുമ്പോൾ വീട്ടിൽ കുടുംബത്തിലാണെങ്കിലും പൊതുവെ ഒരു സുഖവും സന്തോഷവും സ്വരച്ചേർച്ചയും എല്ലാം ഉണ്ടാവുന്നതായൊരു സമയമായിരിക്കും. വിദേശത്തൊക്കെ ജോലി അന്വേഷിക്കുന്നവർക്ക് അതൊക്കെ കിട്ടാൻ സാധ്യതയുള്ള സമയമായിരിക്കും. അതുമാതിരി വിദേശ പഠനത്തിനൊക്കെ ആഗ്രഹിച്ചവർക്ക് അതിന് പറ്റുന്നതായ സമയമായിരിക്കും. ഇപ്പോൾ വിദേശത്ത് ഓൾറെഡി ഇപ്പോൾ UK ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് ജോലി കിട്ടാനും അവരുടെ ഇപ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി വിദ്യാർത്ഥി എന്നുള്ള ഇത് മാറിയിട്ട് ജോബ് വിസയിലേക്കൊക്കെ മാറാൻ പറ്റുന്നതായ സമയങ്ങളായിരിക്കും. കാര്യങ്ങളൊക്കെ നന്നായി നടക്കുന്ന ഒരു സമയമായിരിക്കും വ്യാഴം 11 നിൽക്കുമ്പോൾ. പൊതുവെ ഈ വരാൻ പോകുന്ന മെയ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2025 മെയ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിങ്ങൻ രാശിക്കാർക്ക് അവരുടെ ഇപ്പോഴുള്ളതായ എല്ലാ ബുദ്ധിമുട്ടുകളും മാറും. അപ്പോൾ അവർക്ക് ശനി 7 നിൽക്കുന്നുണ്ട്. ഈ 7 ശനി കണ്ടകശനിയായിട്ട് ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ കാര്യങ്ങളിലൊക്കെ തടസ്സങ്ങളുണ്ടാവും, ജോലിയിൽ തടസ്സങ്ങളുണ്ടാവും, ആരോഗ്യപരമായ ബുദ്ധിമുട്ടുണ്ടാവും. 7 എന്ന് പറയുന്നത് ഭാര്യ ഭർത്തൃ സ്ഥാനമായതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹം ഉണ്ടാവും. അതുമാതിരി വിവാഹമൊക്കെ നീണ്ടു പോവാം, കമിതാക്കളൊക്കെ തെറ്റിപ്പിരിയുന്ന സാഹചര്യങ്ങളുണ്ടാവും. ഇതൊക്കെ ഇപ്പോൾ പ്രസൻ്റ്ലി നടക്കുന്നുണ്ട്. ധനപരമായ ക്ലേശം ഉണ്ടാവും, ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടാവും. ശനി വളരെയധികം ബുദ്ധിമുട്ട് ഇവർക്ക് ഉണ്ടാക്കുന്നുണ്ടാവും. മാനസികമായ സംഘർഷങ്ങൾ, അതുമാതിരി വഴക്കുകൾ ഇതെല്ലാം ശനിയെ കൊണ്ടുണ്ടാവും. പ്രത്യേകിച്ച് 2 വീലറൊക്കെ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതായ സമയങ്ങളാണ് കണ്ടകശനിയായിട്ട് നിൽക്കുന്നതായ സമയത്ത്. അത് മാറി കണ്ടകശനി അഷ്ടമശനി ദോഷം തന്നെയാണ്. പക്ഷേങ്കിൽ കണ്ടകശനിയുടെ ഉണ്ടായിരുന്ന ഈ തടസ്സങ്ങളൊക്കെ മാറും. കണ്ടകശനിയുടെ ബുദ്ധിമുട്ടുകളും കാര്യവിഘ്നങ്ങളും ധനപരമായ ക്ലേശങ്ങളും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളൊക്കെ മാറും. അഷ്ടമശനി ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുക. ബാക്കിയുള്ള തടസ്സങ്ങളും ഇതൊക്കെ മാറും. അഷ്ടമശനിയിലേക്ക് വരുമ്പോൾ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളും മാനസികമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ കണ്ടകശനിയുടെ വലിയ ദോഷങ്ങളിൽ നിന്ന് മാറി ഇതാവുന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഇത് വരിക. അഷ്ടമശനിയിലേക്ക് വരുമ്പോൾ ആരോഗ്യപരമായ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വെച്ചാലും വ്യാഴം 11 അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കില്ല. കണ്ടകശനിയേക്കാളും എന്തായാലും ബെറ്ററായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും. ഇപ്പോൾ ഉണ്ടായിരുന്നതായ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഇവരുടെ ധനപരമായ ചിങ്ങം രാശിക്കാർക്ക് 2025 മാർച്ച് ശനിമാറ്റം മെയ് വ്യാഴമാറ്റത്തോടു കൂടി അവരുടെ പ്രശ്നങ്ങളൊക്കെ തീർന്ന് കാര്യങ്ങളൊക്കെ പുതുവർഷം വളരെ നല്ല സാധ്യതയുള്ളൊരു സമയമാണ് ചിങ്ങം രാശിക്കാർക്ക്. അവരുടെ ചാരവശാലുള്ള ഫലങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അവരുടെ ജാതകം കൂടി നോക്കി അതിൽ പ്രതിവിധികളൊക്കെ ചെയ്ത് ഒന്നുകൂടെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ല റിസൾട്ടും നല്ല ജീവിതത്തിൽ ഉയർച്ചയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ അത് വിട്ടുകളയാണ്ട് ശ്രദ്ധിച്ച് പ്രവർത്തിക്കുക. അടുത്തതായി കർക്കിടകം രാശിക്കാരുടെ കാര്യമാണ് പറയാൻ പോകുന്നത്. കർക്കിടകം രാശിക്കാർക്ക് ഇപ്പോൾ അഷ്ടമശനി കാലമാണ് നടക്കുന്നത്. ഈ അഷ്ടമശനി 8 നിന്ന് മാറിയിട്ട് 9 വരാൻ പോകുന്നത്. മാർച്ച് കഴിയുമ്പോൾ 2025 അതോടുകൂടി അവരുടെ ബുദ്ധിമുട്ടുകളെല്ലാം മാറും. ഇപ്പോൾ അഷ്ടമശനി കാലത്ത് കണ്ടകശനി മരിയൊന്നുമില്ലെങ്കിലും ആരോഗ്യപരമായ അഷ്ടമശനി ഉണ്ടാക്കും ബുദ്ധിമുട്ടുകൾ.
ആരോഗ്യപരമായ ചില്ലറ പ്രശ്നങ്ങളുണ്ടാവും, ധനപരമായ ക്ലേശം ഉണ്ടാവും, ചില്ലറ അസുഖങ്ങളൊക്കെ വരാം, ശാരീരികമായ ചില്ലറ ബുദ്ധിമുട്ടുകൾ വരാം, മാനസികമായ പിരിമുറുക്കങ്ങൾ വരാം, ചില്ലറ ഹോസ്പിറ്റൽ വാസങ്ങളൊക്കെ വരാം, അതുവഴി പാഴ്ചെലവുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അതുമാതിരി ചില്ലറ നമ്മൾ ഈ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിൽ വിചാരിച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാണ്ട് വരിക, അതുവഴി കാര്യപരാജയങ്ങളൊക്കെ ഉണ്ടാവാം, അല്ലെങ്കിൽ കാര്യവിഘ്നങ്ങളൊക്കെ ഉണ്ടാവാം. ജോലിയിലാണെങ്കിലും സ്വാഭാവികമായും ശാരീരികവും മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ജോലിയിലാണെങ്കിലും അത് പ്രതിഫലിക്കാം, കർമ്മസ്ഥലത്താണെങ്കിലും അത് ബുദ്ധിമുട്ടുണ്ടാവാം. സ്വാഭാവികമായും ധനപരമായ പ്രശ്നങ്ങൾ അതുണ്ടാക്കും. നമ്മൾ വിചാരിച്ച രീതിയിലൊന്നും നമ്മൾ നല്ല വർക്കുകളിലും കാര്യങ്ങളും കോൺസെൻട്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പണികൾ ഏറ്റെടുക്കാനോ ചെയ്തു കൊടുക്കാനോ പറ്റാണ്ട് വരുമ്പോൾ സ്വാഭാവികമായും ധനപരമായ പ്രശ്നങ്ങളിലേക്ക് അത് നീങ്ങാം. അത് ബിസിനസ്സിലാണെങ്കിലും നമ്മൾ വിചാരിച്ച രീതിയിലൊന്നും നമ്മൾ പെർഫോമൻസിലും നമ്മൾ കാര്യങ്ങളിൽ ഇറങ്ങിത്തിരിക്കലിലൊക്കെ ഒരു കുറവ് വരുമ്പോൾ സ്വാഭാവികമായും പ്രോഫിറ്റിലും കാര്യങ്ങളിലൊക്കെ അത് പ്രതിഫലിച്ചു തുടങ്ങാം. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ അഷ്ടമശനി ഉണ്ടാക്കാം. അത് തന്നെ കുടുംബത്തിലും സ്വാഭാവികമായും സ്വാരസ്യക്കുറവുകൾ ഉണ്ടാക്കാം. ഇതൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും കുടുംബത്തിലും ഓഫീസിലൊക്കെ ചില്ലറ വഴക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ശനി 9ലേക്കാണ്, ഭാഗ്യസ്ഥാനത്തിലേക്കാണ് വരുന്നത്. 9 എന്ന് പറയുന്ന ഭാഗ്യസ്ഥാനത്തിൽ ശനി വരുന്നതായ സമയത്ത് വളരെ നല്ല ഉയർച്ച കർക്കിടകം രാശിക്കാർക്ക് ഉണ്ടാവും. ഇപ്പോൾ ഈ അഷ്ടമശനി നടക്കുന്നുണ്ടെങ്കിൽ പോലും വ്യാഴം 11ലാണ് കർക്കിടകം രാശിക്കാർക്ക്. അഷ്ടമശനി ആണെങ്കിൽ പോലും കുടുംബപരമായ സന്തോഷം ഉണ്ടാവും, ഉയർച്ച ഉണ്ടാവും, ധനപരമായ ഉയർച്ച ഉണ്ടാവും, കാര്യവിജയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ പലതും നന്നായി നടന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ കാര്യവിജയവും കാര്യങ്ങളൊക്കെ വ്യാഴം 11 ഉണ്ടാക്കും. ശനിയുടെ ബുദ്ധിമുട്ട് കുറേ തടയും. ആ ശനിയുടെ ബുദ്ധിമുട്ട് മാറി മാർച്ചിൽ ശനി 9ലേക്ക് ആവുകയാണ്. 9ൽ ശനി വരുന്നതോടുകൂടി ഭാഗ്യസ്ഥാനത്ത് വരുന്നതോടുകൂടി വിദ്യാപരമായ ലാഭങ്ങളൊക്കെ ഉണ്ടാവും. വിദ്യാർത്ഥികൾക്കൊക്കെ നല്ല വിജയത്തോടുകൂടി പരീക്ഷ എഴുതി വിജയിക്കാൻ പറ്റും. അതുമാതിരി മത്സര പരീക്ഷകളും PSC ഒക്കെ എഴുതുന്നവരുണ്ടെങ്കിൽ നല്ല റിസൾട്ടോടുകൂടി പാസ്സാവാൻ പറ്റും. അതുമാതിരി തന്നെ ധനപരമായ നല്ല ഉയർച്ച ഉണ്ടാവും. നമ്മൾ 9 ഭാഗ്യസ്ഥാനമായതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ധനാഗമനങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ജോലിയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിൽ ആരെങ്കിലുമൊക്കെ സഹായം ഉണ്ടാവും. ചിലപ്പോൾ നല്ല രീതിയിൽ നല്ല പൊസിഷനിലൊക്കെ ജോലി കിട്ടുക. വിദേശത്തൊക്കെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നാട്ടിൽ വരുന്ന സമയത്ത് കാണുമ്പോഴും സംസാരിക്കുമ്പോഴും ചിലപ്പോൾ വിളിച്ചുകൊണ്ടുപോയി നല്ല രീതിയിൽ ഒരു സെറ്റിൽമെൻറ്റൊക്കെ കിട്ടുക. അതുമാതിരി തന്നെ ഗവൺമെൻറ് ജോലിയൊക്കെ പ്രതീക്ഷിച്ച് എഴുതിയതാവില്ല, പ്രതീക്ഷിക്കാണ്ട് എഴുതിയതിനാവും നല്ല റിസൾട്ടോടുകൂടി പാസ്സായി PSC ഒക്കെ കിട്ടി നല്ല രീതിയിലെത്തുക. അപ്പോൾ അങ്ങനെ ഭാഗ്യപരമായ ഒരുപാട് ഉയർച്ച ഉണ്ടാവും. അതുമാതിരി ധനപരമായ രീതിയിലും നമ്മളൊരിക്കലും പ്രതീക്ഷിച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളാവില്ല. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഭൂമിയുടെയോ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയുടെയോ ക്രയവിക്രയങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചിട്ട് ചെയ്തതായ ഒരു കാര്യമാവില്ല. പക്ഷെ നല്ല പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായി നല്ല റിസൾട്ടും മെച്ചമൊക്കെ ഉണ്ടാവാൻ ഭാഗ്യം എന്നുള്ളത് ഒരുപാട് തുണയ്ക്കുന്നൊരു സമയമായിരിക്കും. അത് ധനപരമായ ഉയർച്ച ഉണ്ടാക്കും, ധനപരമായ വ്യത്യാസങ്ങൾ ഉയർച്ചയെല്ലാം ഉണ്ടാക്കും. അത് ജോലിയിലാണെങ്കിലും നല്ല രീതിയിൽ പ്രൊമോഷൻ കിട്ടാനോ അല്ലെങ്കിൽ ഇഷ്ട സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കിട്ടാനോ അതല്ലെങ്കിൽ ഒരു ജോലി മാറി വേറെ നല്ല ജോലിയിൽ പിടിക്കാൻ പറ്റാനോ അങ്ങനെയൊക്കെ പറ്റുന്ന ഒരു സമയമായിരിക്കും. ഗവൺമെൻറ് ജോലിക്കാർക്കൊക്കെ മേലധികാരികളിൽ നിന്ന് പ്രശംസയൊക്കെ കിട്ടാനും അവർക്ക് നല്ല രീതിയിലുള്ള സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കാനും പറ്റാൻ സാധ്യതയുള്ളൊരു സമയമാണ്. പൊളിറ്റീഷ്യൻസൊക്കെ ആണെങ്കിൽ അവർക്ക് പാർട്ടിയിലൊക്കെ നല്ല രീതിയിൽ ഒരു പിൻബലവും അത് രീതിയിൽ അവർക്ക് അർഹിക്കുന്നതായ സ്ഥാനമാനങ്ങൾ കിട്ടാം. അതുമാതിരി കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ അവർക്ക് അർഹിക്കുന്നതായ സ്ഥാനമാനങ്ങൾ കിട്ടാൻ സാധ്യതയുള്ള സമയമായിരിക്കും. അതുമാതിരി തന്നെ 4 ആൾ കൂടുന്നതായ സമയത്ത് നമ്മൾ പറയുന്ന വാക്കിനൊരു വിലയുണ്ടാവുക, 4 ആൾ നമ്മളെ ബഹുമാനിക്കുക. നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മുടെ സമൂഹത്തിലാണെങ്കിലും ആളുകൾ നമ്മളെ ബഹുമാനിക്കുന്നതായ ഒരു സാഹചര്യം വരിക, അതിനൊക്കെ സാധ്യതയുള്ളൊരു സമയമാണ് 9ൽ ശനി വരുന്നതായ സമയത്ത്. ശനീശ്വരൻ 9ൽ വരുമ്പോൾ തടസ്സങ്ങളൊക്കെ ധാരാളം മാറിക്കിട്ടും. നമ്മൾ 5 പ്രവർത്തിക്കുകയാണെങ്കിൽ 10-നുള്ളതായ റിസൾട്ട് നമുക്ക് തിരിച്ചു കിട്ടുന്നതായ ഒരു രീതി വരും. നമുക്ക് വളരെയധികം ഗുണങ്ങളും എല്ലാം ഉണ്ടാവും. ജോലിയിൽ നല്ല ഉയർച്ച ഉണ്ടാവും, കുടുംബത്തിൽ നല്ല സുഖവും സന്തോഷമൊക്കെ ഉണ്ടാവും, ആരോഗ്യമൊക്കെ നല്ല പുഷ്ടി ഉണ്ടാവും, മാനസികമായ സുഖവും സന്തോഷമൊക്കെ ഉണ്ടാവും. ഈ അഷ്ടമശനിയുടെ തന്നെ ഉണ്ടായിരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും മാറി ഒരു മാർച്ചിന് ശേഷം ശനി 9ലേക്ക് വരുമ്പോൾ ഇവർക്ക് വളരെ നല്ല സമയമായിരിക്കും വരുന്നത്. വ്യാഴം ഓൾറെഡി 11ലാണ്. മെയിൽ വ്യാഴം 12ലേക്ക് പോകുമെന്ന് വെച്ചാലും അത് 12ലെ വ്യാഴം അത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. ചിലവുകളൊക്കെ ഉണ്ടാക്കും, ധാരാളം ധനച്ചിലവുകൾ, ധനപരമായി കുറച്ച് പാഴ്ചെലവുകളൊക്കെ ഉണ്ടാവാം. എന്നാലും 12ലെ വ്യാഴം കൊണ്ട് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല കർക്കിടകം രാശിക്കാർക്ക്. അതുമാതിരി തന്നെ
ശനി 9ലേക്കാണ് വരുന്നതെന്നുള്ളൂ. ശനി നല്ല സ്ഥാനത്തായതുകൊണ്ട് തന്നെ നല്ല റിസൾട്ടായിരിക്കും പൊതുവേ 2025 മാർച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടാൻ പോകുന്നത്. ഈ കർക്കിടകം രാശിക്കാർക്ക് അവരുടെ ജോലി സ്ഥലത്താണെങ്കിലും ഇപ്പോൾ വിദേശത്തൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ജോലിയില്ല, അവിടെ അവർ വിചാരിച്ചേക്കാളും നല്ല രീതിയിൽ ഇപ്പോൾ ചെറിയ ജോലിയാണെങ്കിൽ അതൊക്കെ വലിയ ജോലിയായി മാറാം. അതുമാതിരി ഒരു PR ഒക്കെ കിട്ടാൻ ആഗ്രഹിച്ച ഏതെങ്കിലും രാജ്യത്ത് തുടരണവരാണെങ്കിൽ അവർക്ക് അതൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടാവും. അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയിൽ പോയവർക്കൊക്കെ ജോബ് വിസയിലേക്ക് മാറാം. അതൊക്കെ സംഭവിക്കാം. 9ലെ ശനി കൊണ്ട് ഭാഗ്യപരമായ ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ ഇരട്ടി നമുക്ക് ഗുണങ്ങൾ കിട്ടാം. പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ധനപരമായ ഉയർച്ചയൊക്കെ ഉണ്ടാവാൻ പറ്റിയൊരു സമയമായിരിക്കും. അതുമാതിരി വിവാഹമാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ ചിലപ്പോൾ നടക്കാം. നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പോകാൻ സാധ്യതയുള്ള ഒരു സമയമായിരിക്കും കർക്കിടകം രാശിക്കാർക്ക് 2025. പൊതുവെ ഇപ്പോൾ ഇത് പറയുന്നത് ചാരവശാലുള്ള ഫലങ്ങളാണ്. ഇപ്പോൾ നിങ്ങളുടെ നടക്കുന്ന മഹാദശ എന്താണെന്നുള്ളത് കൂടി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അതും നല്ല അനുകൂലമാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല റിസൾട്ടാണ് ഉണ്ടാവുക. അപ്പോൾ എന്തെങ്കിലും ദോഷഫലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലൊരാളെ കൊണ്ട് നോക്കിച്ച് അത് മാറ്റി നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് ഈ ഒരു നല്ല സമയം ശരിക്കും ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കർക്കിടക രാശിക്കാർക്ക് വളരെ നല്ലൊരു ടൈമായി മാറും 2025. അപ്പോൾ അത് നോക്കി കാര്യങ്ങൾ ചെയ്യുക. അടുത്തതായി കർക്കിടകം രാശിക്കാരുടെ കാര്യമാണ് പറയാൻ പോകുന്നത്. കർക്കിടകം രാശിക്കാർക്ക് ഇപ്പോൾ അഷ്ടമശനി കാലമാണ് നടക്കുന്നത്. ഈ അഷ്ടമശനി 8ൽ നിന്ന് മാറിയിട്ട് 9ലേക്കാണ് വരാൻ പോകുന്നത് മാർച്ച് കഴിയുമ്പോൾ 2025. അതോടുകൂടി അവരുടെ ബുദ്ധിമുട്ടുകളെല്ലാം മാറും. ഇപ്പോൾ അഷ്ടമശനി കാലത്ത് കണ്ടകശനി മരിയൊന്നുമില്ലെങ്കിലും ആരോഗ്യപരമായ അഷ്ടമശനി ഉണ്ടാക്കും ബുദ്ധിമുട്ടുകൾ. ആരോഗ്യപരമായ ചില്ലറ പ്രശ്നങ്ങളുണ്ടാവും, ധനപരമായ ക്ലേശം ഉണ്ടാവും, ചില്ലറ അസുഖങ്ങളൊക്കെ വരാം, ശാരീരികമായ ചില്ലറ ബുദ്ധിമുട്ടുകൾ വരാം, മാനസികമായ പിരിമുറുക്കങ്ങൾ വരാം, ചില്ലറ ഹോസ്പിറ്റൽ വാസങ്ങളൊക്കെ വരാം. അതുവഴി പാഴ്ചെലവുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അതുമാതിരി ചില്ലറ നമ്മൾ ഈ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിൽ വിചാരിച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാണ്ട് വരിക. അതുവഴി കാര്യപരാജയങ്ങളൊക്കെ ഉണ്ടാവാം, അല്ലെങ്കിൽ കാര്യവിഘ്നങ്ങളൊക്കെ ഉണ്ടാവാം. ജോലിയിലാണെങ്കിലും സ്വാഭാവികമായും ശാരീരികവും മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ജോലിയിലാണെങ്കിലും അത് പ്രതിഫലിക്കാം. കർമ്മസ്ഥലത്താണെങ്കിലും അത് ബുദ്ധിമുട്ടുണ്ടാവാം. സ്വാഭാവികമായും ധനപരമായ പ്രശ്നങ്ങൾ അതുണ്ടാക്കും. നമ്മൾ വിചാരിച്ച രീതിയിലൊന്നും നമ്മൾ നല്ല വർക്കുകളിലും കാര്യങ്ങളും കോൺസെൻട്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പണികൾ ഏറ്റെടുക്കാനോ ചെയ്തു കൊടുക്കാനോ പറ്റാണ്ട് വരുമ്പോൾ സ്വാഭാവികമായും ധനപരമായ പ്രശ്നങ്ങളിലേക്ക് അത് നീങ്ങാം. അത് ബിസിനസ്സിലാണെങ്കിലും നമ്മൾ വിചാരിച്ച രീതിയിലൊന്നും നമ്മൾ പെർഫോമൻസിലും അത് നമ്മൾ കാര്യങ്ങളിൽ ഇറങ്ങിത്തിരിക്കലിലൊക്കെ ഒരു കുറവ് വരുമ്പോൾ സ്വാഭാവികമായും പ്രോഫിറ്റിലും കാര്യങ്ങളിലൊക്കെ അത് പ്രതിഫലിച്ചു തുടങ്ങാം. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ അഷ്ടമശനി ഉണ്ടാക്കാം. അത് തന്നെ കുടുംബത്തിലും സ്വാഭാവികമായും സ്വാരസ്യക്കുറവുകൾ ഉണ്ടാക്കാം. ഇതൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും കുടുംബത്തിലും ഓഫീസിലൊക്കെ ചില്ലറ വഴക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിൽ മാറി ശനി 9ലേക്കാണ് ഭാഗ്യസ്ഥാനത്തിലേക്കാണ് വരുന്നത്. 9 എന്ന് പറയുന്ന ഭാഗ്യസ്ഥാനത്തിൽ ശനി വരുന്നതായ സമയത്ത് വളരെ നല്ല ഉയർച്ച കർക്കിടകം രാശിക്കാർക്ക് ഉണ്ടാവും. ഇപ്പോൾ ഈ അഷ്ടമശനി നടക്കുന്നുണ്ടെങ്കിൽ പോലും വ്യാഴം 11ലാണ് കർക്കിടകം രാശിക്കാർക്ക്. അഷ്ടമശനി ആണെങ്കിൽ പോലും കുടുംബപരമായ സന്തോഷം ഉണ്ടാവും, ഉയർച്ച ഉണ്ടാവും, ധനപരമായ ഉയർച്ച ഉണ്ടാവും, കാര്യവിജയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ പലതും നന്നായി നടന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ കാര്യവിജയവും കാര്യങ്ങളൊക്കെ വ്യാഴം 11 ഉണ്ടാക്കും. ശനിയുടെ ബുദ്ധിമുട്ട് കുറേ തടയും. ആ ശനിയുടെ ബുദ്ധിമുട്ട് മാറി മാർച്ചിൽ ശനി 9ലേക്ക് ആവുകയാണ്. 9ൽ ശനി വരുന്നതോടുകൂടി ഭാഗ്യസ്ഥാനത്ത് വരുന്നതോടുകൂടി വിദ്യാപരമായ ലാഭങ്ങളൊക്കെ ഉണ്ടാവും. വിദ്യാർത്ഥികൾക്കൊക്കെ നല്ല വിജയത്തോടുകൂടി പരീക്ഷ എഴുതി വിജയിക്കാൻ പറ്റും. അതുമാതിരി മത്സര പരീക്ഷകളും PSC ഒക്കെ എഴുതുന്നവരുണ്ടെങ്കിൽ നല്ല റിസൾട്ടോടുകൂടി പാസ്സാവാൻ പറ്റും. അതുമാതിരി തന്നെ ധനപരമായ നല്ല ഉയർച്ച ഉണ്ടാവും. നമ്മൾ 9 ഭാഗ്യസ്ഥാനമായതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ധനാഗമനങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ജോലിയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിൽ ആരെങ്കിലുമൊക്കെ സഹായം ഉണ്ടാവും. ചിലപ്പോൾ നല്ല രീതിയിൽ നല്ല പൊസിഷനിലൊക്കെ ജോലി കിട്ടുക. വിദേശത്തൊക്കെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നാട്ടിൽ വരുന്ന സമയത്ത് കാണുമ്പോഴും സംസാരിക്കുമ്പോഴും ചിലപ്പോൾ വിളിച്ചുകൊണ്ടുപോയി നല്ല രീതിയിൽ ഒരു സെറ്റിൽമെൻറ്റൊക്കെ കിട്ടുക. അതുമാതിരി തന്നെ ഗവൺമെൻറ് ജോലിയൊക്കെ പ്രതീക്ഷിച്ച് എഴുതിയതാവില്ല, പ്രതീക്ഷിക്കാണ്ട് എഴുതിയതിനാവും നല്ല റിസൾട്ടോടുകൂടി പാസ്സായി PSC ഒക്കെ കിട്ടി നല്ല രീതിയിലെത്തുക. അപ്പോൾ അങ്ങനെ ഭാഗ്യപരമായ ഒരുപാട് ഉയർച്ചയുണ്ടാവും. അതുമാതിരി ധനപരമായ രീതിയിലും നമ്മളൊരിക്കലും പ്രതീക്ഷിച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളാവില്ല. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഭൂമിയുടെയോ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയുടെയോ ക്രയവിക്രയങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചിട്ട് ചെയ്തതായ ഒരു കാര്യമാവില്ല. പക്ഷെ നല്ല പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായി നല്ല റിസൾട്ടും മെച്ചമൊക്കെ ഉണ്ടാവാൻ ഭാഗ്യം എന്നുള്ളത് ഒരുപാട് തുണയ്ക്കുന്നൊരു സമയമായിരിക്കും.
അത് ധനപരമായ ഉയർച്ച ഉണ്ടാക്കും, ധനപരമായ വ്യത്യാസങ്ങൾ ഉയർച്ചയെല്ലാം ഉണ്ടാക്കും. അത് ജോലിയിലാണെങ്കിലും നല്ല രീതിയിൽ പ്രൊമോഷൻ കിട്ടാനോ അല്ലെങ്കിൽ ഇഷ്ട സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കിട്ടാനോ അതല്ലെങ്കിൽ ഒരു ജോലി മാറി വേറെ നല്ല ജോലിയിൽ പിടിക്കാൻ പറ്റാനോ അങ്ങനെയൊക്കെ പറ്റുന്ന ഒരു സമയമായിരിക്കും. ഗവൺമെൻറ് ജോലിക്കാർക്കൊക്കെ മേലധികാരികളിൽ നിന്ന് പ്രശംസയൊക്കെ കിട്ടാനും അവർക്ക് നല്ല രീതിയിലുള്ള സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കാനും പറ്റാൻ സാധ്യതയുള്ളൊരു സമയമാണ്. പൊളിറ്റീഷ്യൻസൊക്കെ ആണെങ്കിൽ അവർക്ക് പാർട്ടിയിലൊക്കെ നല്ല രീതിയിൽ ഒരു പിൻബലവും അത് രീതിയിൽ അവർക്ക് അർഹിക്കുന്നതായ സ്ഥാനമാനങ്ങൾ കിട്ടാം. അതുമാതിരി കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ അവർക്ക് അർഹിക്കുന്നതായ സ്ഥാനമാനങ്ങൾ കിട്ടാൻ സാധ്യതയുള്ള സമയമായിരിക്കും. അതുമാതിരി തന്നെ 4 ആൾ കൂടുന്നതായ സമയത്ത് നമ്മൾ പറയുന്ന വാക്കിനൊരു വിലയുണ്ടാവുക, 4 ആൾ നമ്മളെ ബഹുമാനിക്കുക. നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മുടെ സമൂഹത്തിലാണെങ്കിലും ആളുകൾ നമ്മളെ ബഹുമാനിക്കുന്നതായ ഒരു സാഹചര്യം വരിക, അതിനൊക്കെ സാധ്യതയുള്ളൊരു സമയമാണ് 9 ശനി വരുന്നതായ സമയത്ത്. ശനീശ്വരൻ 9 വരുമ്പോൾ തടസ്സങ്ങളൊക്കെ ധാരാളം മാറിക്കിട്ടും. നമ്മൾ 5 പ്രവർത്തിക്കുകയാണെങ്കിൽ 10-നുള്ളതായ റിസൾട്ട് നമുക്ക് തിരിച്ചു കിട്ടുന്നതായ ഒരു രീതി വരും. നമുക്ക് വളരെയധികം ഗുണങ്ങളും എല്ലാം ഉണ്ടാവും. ജോലിയിൽ നല്ല ഉയർച്ച ഉണ്ടാവും, കുടുംബത്തിൽ നല്ല സുഖവും സന്തോഷമൊക്കെ ഉണ്ടാവും, ആരോഗ്യമൊക്കെ നല്ല പുഷ്ടി ഉണ്ടാവും, മാനസികമായ സുഖവും സന്തോഷമൊക്കെ ഉണ്ടാവും. ഈ അഷ്ടമശനിയുടെ തന്നെ ഉണ്ടായിരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും മാറി ഒരു മാർച്ചിന് ശേഷം ശനി 9ലേക്ക് വരുമ്പോൾ ഇവർക്ക് വളരെ നല്ല സമയമായിരിക്കും വരുന്നത്. വ്യാഴം ഓൾറെഡി 11-ലാണ്. മെയിൽ വ്യാഴം 12ലേക്ക് പോകുമെന്ന് വെച്ചാലും അത് 12-ലെ വ്യാഴം അത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. ചിലവുകളൊക്കെ ഉണ്ടാക്കും, ധാരാളം ധനച്ചിലവുകൾ, ധനപരമായി കുറച്ച് പാഴ്ചെലവുകളൊക്കെ ഉണ്ടാവാം. എന്നാലും 12-ലെ വ്യാഴം കൊണ്ട് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല കർക്കിടകം രാശിക്കാർക്ക്. അതുമാതിരി തന്നെ ശനി 9ലേക്കാണ് വരുന്നതെന്നുള്ളൂ. ശനി നല്ല സ്ഥാനത്തായതുകൊണ്ട് തന്നെ നല്ല റിസൾട്ടായിരിക്കും പൊതുവേ 2025 മാർച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടാൻ പോകുന്നത് ഈ കർക്കിടകം രാശിക്കാർക്ക്. അവരുടെ ജോലി സ്ഥലത്താണെങ്കിലും ഇപ്പോൾ വിദേശത്തൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ജോലിയിൽ അവിടെ അവർ വിചാരിച്ചേക്കാളും നല്ല രീതിയിൽ ഇപ്പോൾ ചെറിയ ജോലിയാണെങ്കിൽ അതൊക്കെ വലിയ ജോലിയായി മാറാം. അതുമാതിരി ഒരു PR ഒക്കെ കിട്ടാൻ ആഗ്രഹിച്ച ഏതെങ്കിലും രാജ്യത്ത് തുടരണവരുണ്ടെങ്കിൽ അവർക്ക് അതൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടാവും. അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയിൽ പോയവർക്കൊക്കെ ജോബ് വിസയിലേക്ക് മാറാം. അതൊക്കെ സംഭവിക്കാം. 9-ലെ ശനി കൊണ്ട് ഭാഗ്യപരമായ ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ ഇരട്ടി നമുക്ക് ഗുണങ്ങൾ കിട്ടാം. പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ധനപരമായ ഉയർച്ചയൊക്കെ ഉണ്ടാവാൻ പറ്റിയൊരു സമയമായിരിക്കും. അതുമാതിരി വിവാഹമാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ ചിലപ്പോൾ നടക്കാം. നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പോകാൻ സാധ്യതയുള്ള ഒരു സമയമായിരിക്കും കർക്കിടകം രാശിക്കാർക്ക് 2025. പൊതുവെ ഇപ്പോൾ ഇത് പറയുന്നത് ചാരവശാലുള്ള ഫലങ്ങളാണ്. ഇപ്പോൾ നിങ്ങളുടെ നടക്കുന്ന മഹാദശ എന്താണെന്നുള്ളത് കൂടി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അതും നല്ല അനുകൂലമാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല റിസൾട്ടാണ് ഉണ്ടാവുക. അപ്പോൾ എന്തെങ്കിലും ദോഷഫലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലൊരാളെ കൊണ്ട് നോക്കിച്ച് അത് മാറ്റി നല്ല രീതിയിൽ നന്നായി എഫേർട്ട് ഇട്ട് ഈ ഒരു നല്ല സമയം ശരിക്കും ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കർക്കിടക രാശിക്കാർക്ക് വളരെ നല്ലൊരു ടൈമായി മാറും 2025. അപ്പോൾ അത് നോക്കി കാര്യങ്ങൾ ചെയ്യുക. അടുത്തതായി തുലാം രാശിക്കാരാണ് ഭാഗ്യവാന്മാരായിട്ടുള്ളത്. 2025 ഭാഗ്യം വരാൻ പോകുന്നത് തുലാം രാശിക്കാർക്കാണ്. തുലാം രാശിക്കാർക്ക് ഇപ്പോൾ അഷ്ടമ വ്യാഴമാണ് നിൽക്കുന്നത്. വ്യാഴ അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടുകൾ അവരിപ്പോൾ അനുഭവിക്കുന്നുണ്ടാവും, ശാരീരികമായ ബുദ്ധിമുട്ടുകളും ഇതൊക്കെ. ആ അഷ്ടമത്തിലെ വ്യാഴം മാറി ഭാഗ്യസ്ഥാനമായ 9ലേക്കാണ് വ്യാഴം വരുന്നത്. മെയിൽ വ്യാഴമാറ്റം വരുന്നു. ഈ വ്യാഴമാറ്റത്തോടു കൂടി അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറും. അവരുടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു മാറി നല്ല രീതിയിൽ അവരോ. അതുമാതിരി ശനി 5-ലായിരുന്നു, സന്താനഭാവമായ 5-ലാണ് ശനി നിന്നിരുന്നത്. ആ 5-ൽ ദോഷപ്രദനായി നിൽക്കുന്നുണ്ടായിരുന്ന ശനി 6-ലേക്കാണ് മാറുന്നത്. 6-ൽ നിൽക്കുമ്പോൾ ശനി വളരെ നല്ല ഫലങ്ങളാണ് ചെയ്യുക. രാശിമാറ്റം വരുന്നത് 6-ലേക്കാണ്. രോഗശാന്തി, അതുമാതിരി ശത്രുവിജയം, അതുമാതിരി കലഹങ്ങൾക്കൊക്കെ കുറവ്, കുടുംബത്തിലൊക്കെ സമാധാനം. അങ്ങനെ പൊതുവെ 2005 മാർച്ചിൽ ശനി മാറ്റവും മെയിൽ വ്യാഴമാറ്റത്തോടും കൂടി ലോട്ടറി ഭാഗ്യം എന്നുള്ള പറഞ്ഞ മാതിരി തന്നെ വരാൻ പോണത് തുലാം രാശിക്കാർക്കാണ്. അഷ്ടമശനിയാണ് ഇപ്പോൾ ഇവർക്ക് തുലാം രാശിക്കാർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതും. മെയിൽ വരെ 2025 മെയിൽ വരെ ഉണ്ടാവും. അത് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഓൾറെഡി ഇവർക്ക് ഉണ്ടാക്കുന്നുണ്ടാവും. ശാരീരികമായ പ്രശ്നങ്ങൾ ഇവർക്ക് ഉണ്ടാവും. ശാരീരികമായ ചില അസുഖങ്ങളാണെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇവർക്ക് വന്നിട്ടുണ്ടാവും. ഇവരുടെ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ മൂർച്ഛിക്കുകയും അതുവഴി ചിലർ ബുദ്ധിമുട്ടുകളൊക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇതൊക്കെ മാനസികമായ പിരിമുറുക്കങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും, ടെൻഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അഷ്ടമ വ്യാഴം എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമാണ് എന്നാണ് പറയുക. അത് നല്ല ധനപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും.
ധനപരമായ ബുദ്ധിമുട്ടുകളെന്ന് വെച്ചാൽ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോൾ സ്വാഭാവികം പാഴ്ചെലവുകളും കാര്യങ്ങളും ഹോസ്പിറ്റൽ വാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതുവഴി പാഴ്ചെലവുകൾ ഉണ്ടായിട്ടുണ്ടാവും. അനാവശ്യമായ പല ചികിത്സകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് നടന്നിട്ട് ബുദ്ധിമുട്ടുകളും ധനപരമായ പ്രശ്നങ്ങളും അലച്ചിലുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതൊക്കെ ഈ അഷ്ടമശനി കാലത്ത് ഉണ്ടായിട്ടുണ്ടാവും. അതുമാതിരി ജോലിക്കൊക്കെ കർമ്മരംഗത്തൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും. പുതിയ വർക്കുകൾ കിട്ടാണ്ട് വരിക, അതുമാതിരിയുള്ള വർക്ക് തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കൊടുക്കാൻ പറ്റാണ്ട് വരിക, മനസ്സും ശരീരമൊന്നും വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാണ്ട് വരിക, ചെയ്യുന്നതായ കാര്യങ്ങളിലൊന്നും പൂർത്തീകരിച്ച് നല്ല രീതിയിൽ അത് ചെയ്തു കൊടുക്കാൻ പറ്റാണ്ട് വരിക. സ്വാഭാവികമായും കർമ്മരംഗത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. ഗവൺമെൻറ് ജോലിക്കാരാണെങ്കിൽ കോവർക്കേഴ്സായിട്ട് തല്ലിവിടാണ്ട് വരിക, മേലധികാരികളോടൊക്കെ നല്ല രീതിയിലല്ലാണ്ട് സംസാരിക്കേണ്ടി വരിക, അതൊക്കെ സംഭവിക്കാവുന്നൊരു സമയമാണ് വ്യാഴം നിൽക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ. ആരോഗ്യപരമായ ബുദ്ധിമുട്ടാണ് വ്യാഴം ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുക. ആരോഗ്യപരമായ ബുദ്ധിമുട്ടും ശാരീരികവും മാനസികമായ വിഷമങ്ങൾ ഉണ്ടാക്കാം. സന്താനങ്ങളുടെ ആരോഗ്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ പല ബുദ്ധിമുട്ടുകളും വ്യാഴം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതുമാതിരി ഇപ്പോൾ ബിസിനസ്സുകാരൊക്കെയാണെങ്കിൽ അവരുടെ പ്രോഫിറ്റിലൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവും. ബിസിനസ്സിലാണെങ്കിലും വിറ്റുവരവുകളൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും. അവർക്ക് ആ ബിസിനസ്സിൽ അവർ വിചാരിച്ചതായ രീതിയിൽ ഒരു റിസൾട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അതുമാതിരി പുതിയൊരു ജോലിയൊക്കെ അന്വേഷിച്ച് നടക്കുന്നതായ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുകൾ വരിക. ഇൻ്റർവ്യൂ ഒക്കെ അവർ വിചാരിച്ച രീതിയിൽ അറ്റൻഡ് ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റാണ്ട് വരിക. വിദേശത്തൊക്കെ പോകാൻ ശ്രമിച്ചവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വിസ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ വന്ന് അങ്ങോട്ട് പോകാൻ തടസ്സങ്ങൾ ഉണ്ടാവുക. പോയവർ തന്നെയാണെങ്കിൽ തന്നെ അവർക്ക് ജോലി കണ്ടുപിടിക്കാനും ഇതൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക. അതൊക്കെ ഉണ്ടാവാം ഈ വ്യാഴ സമയത്ത്. അതുമാതിരി ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പഠിക്കാൻ പോയവരാണെങ്കിൽ അവർക്കും അതിൻ്റേതായ വിഷമങ്ങളും വൈഷമ്യങ്ങളൊക്കെ അവർ അനുഭവിച്ചിട്ടുണ്ടാവാം. വിദ്യാർത്ഥികളായ തുലാം രാശിക്കാർക്ക് വ്യാഴ സമയത്ത് വിദ്യാഭ്യാസത്തിനൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവും. വിദ്യാ തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അവർ വിചാരിച്ച രീതിയിലൊന്നും പഠിച്ച് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റാണ്ട് വന്നിട്ടുണ്ടാവാം. ഇതങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ, കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, സ്വരച്ചേർച്ചകൾ ഉണ്ടായിട്ടുണ്ടാവാം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അസ്വസ്ഥതകളും കാര്യങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ് വ്യാഴം. ഈ വ്യാഴം മെയ് 2025 വരെ ഉണ്ട് ഇവർക്ക്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വ്യാഴം 9ലേക്ക് വരികയാണ്. 2025 വളരെ നല്ല സമയമാണ്. പിന്നെ അവർക്ക് 9 ഭാഗ്യസ്ഥാനത്ത് നമ്മുടെ വ്യാഴം വരുന്നതോടുകൂടി ഇവരുടെ ഭാഗ്യം തെളിയുന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. 9 വ്യാഴം എന്ന് പറഞ്ഞാൽ ഭാഗ്യസ്ഥാനമാണ്, ഈശ്വരകടാക്ഷത്തിൻ്റെ സ്ഥാനമാണ്. ഭാഗ്യം അനുകൂലമായി മാറും. അതുമാതിരി ധനപരമായ ഉയർച്ച ഉണ്ടാവും, കർമ്മത്തിൽ വിജയം ഉണ്ടാവും, കാര്യവിജയം ഉണ്ടാവും. എന്ത് കാര്യം ഇറങ്ങി തിരിച്ചാലും ആ കാര്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും നല്ല രീതിയിൽ ചെയ്യാനും സക്സസ് ആക്കി എടുക്കാനും പറ്റുന്നൊരു കഴിവ് ഇവർക്ക് കിട്ടും 9 വ്യാഴം വരുന്നതോടുകൂടി. അതുമാതിരി തന്നെ ഇവർക്ക് ജോലിയിലൊക്കെ പ്രമോഷനൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൊരു സമയമായിരിക്കും. നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും ജോലിയിൽ നല്ല ഉയർച്ചയും പ്രമോഷനൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൊരു സമയമായിരിക്കും. ഗവൺമെൻറ് ജോലിക്കാർക്കൊക്കെ ആണെങ്കിൽ ഉയർച്ച ഉണ്ടാവും, മേലധികാരികളിൽ നിന്ന് പ്രീതി ഉണ്ടാവും. അതുമാതിരി നല്ല സ്ഥാനങ്ങളിലേക്കൊക്കെ മാറ്റങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. അവരാഗ്രഹിക്കുന്നതായ ഡെസിഗ്നേഷനും കാര്യങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുള്ള സമയമായിരിക്കും. അതുമാതിരി PSC ഒക്കെ എഴുതുന്നതായ ആളുകൾക്ക് PSCയിലൊക്കെ ലിസ്റ്റിലൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു സമയമാണ് വ്യാഴം 9 നിൽക്കുമെന്നതായ സമയം എന്ന് പറയുന്നത്. 9 വ്യാഴം നിൽക്കുമ്പോൾ എന്ന് പറയുന്നത്. അതുമാതിരി ബിസിനസ്സൊക്കെ ചെയ്യുന്നതായ ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനും നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനും പറ്റുന്നതായ ഒരു സമയമായിരിക്കും. അതുമാതിരി തന്നെ വിദ്യാർത്ഥികളായ തുലാം രാശിക്കാർക്ക് 9 വ്യാഴം വരുന്നതോടുകൂടി വിദ്യാവിജയം കാര്യമായിട്ടുണ്ടാവും. ഇപ്പോൾ ഈ നീറ്റ് പരീക്ഷ എഴുതുന്നവരാണെങ്കിലും MBAക്ക് വേണ്ടി ശ്രമിക്കുന്നവരാണെങ്കിലും ഒരു MBBS മെഡിസിൻ MDക്കൊക്കെ PGക്കൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിലും അവർക്ക് അതിനൊക്കെ സീറ്റ് കിട്ടാൻ സാധ്യതയുള്ള സമയമായിരിക്കും. PGക്കൊക്കെ ഒരു സീറ്റ് കിട്ടാനും അവർ വിചാരിക്കുന്ന രീതിയിൽ ഗവൺമെൻറ് കോളേജുകളിൽ സീറ്റ് കിട്ടാനും നല്ല രീതിയിൽ ഉയർച്ചയൊക്കെ ഉണ്ടാവാനും സാധ്യതയുള്ളൊരു സമയമാണ് വിദ്യാർത്ഥികൾക്ക് 9 വ്യാഴം വരുമ്പോൾ. ഭാഗ്യകടാക്ഷം ഉണ്ടാവും. 5 ഇവർ വർക്ക് ചെയ്യണമെങ്കിൽ 10ൻ്റെ റിസൾട്ട് ഇവർക്ക് കിട്ടും 9 വ്യാഴം നിൽക്കുന്ന സമയത്ത്. അതുമാതിരി തന്നെ വ്യാഴം 9 നിൽക്കുന്ന സമയത്ത് കുടുംബത്തിലൊക്കെ നല്ല സുഖവും സന്തോഷമൊക്കെ ഉണ്ടാവും. വിവാഹമൊക്കെ നടക്കാതിരുന്നതായ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ആലോചനകൾ വരാനും വിവാഹം നടക്കാനും സാധ്യതയുള്ള സമയമാവും. അതുമാതിരി കുടുംബത്തിലൊക്കെ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുള്ള സമയമായിരിക്കും. എന്തെങ്കിലുമൊക്കെ ആരുടെയെങ്കിലും നല്ല വിവാഹങ്ങളോ അങ്ങനെ എന്തെങ്കിലും മംഗളപരമായ കർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുള്ള ഒരു സമയമായിരിക്കും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലൊക്കെ നല്ല സ്വരച്ചേർച്ചയിൽ ഈണത്തിലും ഇമ്പത്തിലൊക്കെ പോകാൻ സാധ്യതയുള്ള സമയമായിരിക്കും. അതുമാതിരി തന്നെ വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും നമ്മളെ ബഹുമാനിക്കുന്ന ആൾക്കാർ 9 വ്യാഴം വരുമ്പോൾ കാര്യവിജയം നടക്കുന്നതോടുകൂടി തന്നെ നാട്ടുകാർ ബഹുമാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും, ഒരു കീർത്തി ഉണ്ടാവും.
മാതിരി നമ്മൾ പറയുന്ന വാക്കിനൊരു വിലയുണ്ടാവും. അതിനൊക്കെ സാധ്യതയുള്ളതായ ഒരു സമയമാണ് വ്യാഴം 9 വരുമ്പോൾ മെയ് 2025 കൂടി തുലാം രാശിക്കാർക്ക് വരാൻ പോകുന്നത്. അതുമാതിരി തുലാം രാശിക്കാർക്ക് ശനി ഇപ്പോൾ 5ലാണ്. 5ലെ ശനി ദോഷപ്രദനാണ്. 5ൽ ശനി നിൽക്കുമ്പോൾ സന്താനസ്ഥാനമായ 5ൽ നിൽക്കുമ്പോൾ സന്താനങ്ങൾക്ക് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുണ്ടാവാം, സന്താനങ്ങളുടെ വിദ്യാ തടസ്സം ഉണ്ടാവാം, സന്താനങ്ങളുടെ ജോലിക്ക് ബുദ്ധിമുട്ടുണ്ടാവാം, സന്താനങ്ങൾക്ക് വേണ്ടി അനാവശ്യമായ പാഴ്ചെലവുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് ധനച്ചെലവുകൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ വരാം. ഇതൊക്കെ 5ലെ ശനി ഉണ്ടാക്കും. അതുമാതിരി തന്നെ ധനപരമായ ധനനാശം ഉണ്ടാവാം, നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ പാഴ്ചെലവുകൾ ഉണ്ടാവാം, നമ്മുടെ പ്രോപ്പർട്ടിയോ കാര്യങ്ങളൊക്കെ വിൽക്കേണ്ടതായ അവസ്ഥകൾ വരിക, കട എടുക്കേണ്ടതായ അവസ്ഥകൾ വരിക. ഇതൊക്കെ ഉണ്ടാവുന്നതായ സാഹചര്യങ്ങൾ ഈ 5ലെ ശനി കൊണ്ട് ഉണ്ടാക്കാം. അതുമാതിരി ശത്രുക്കളുടെ ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാവാം. നമ്മൾ സുഹൃത്തുക്കളെന്ന് വിചാരിക്കുന്ന ആൾക്കാർ തന്നെ ചിരിച്ചുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങൾ പണി തരിക, അങ്ങനെയുള്ള അല്ലെങ്കിൽ പാര വയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഈ 5ലെ ശനി നിൽക്കുന്ന സമയത്ത്. ഈ ശനിയാണ് മാർച്ചോടുകൂടി ശനി 6ലേക്കാണ് വരുന്നത്. 6ൽ ശനി വരുന്നതോടുകൂടി ശനി നല്ല ഫലങ്ങളായിരിക്കും തരിക. 6 എന്ന് പറയുന്നത് രോഗങ്ങളെയും ശത്രുക്കളെയും ഒക്കെ കുറിക്കുന്നതായ സ്ഥാനമായതുകൊണ്ട് തന്നെ 6ൽ ശനി വരുന്നതോടുകൂടി ആരോഗ്യപരമായ നല്ല പുഷ്ടി ഉണ്ടാവും, ധനപരമായ നല്ല ഉയർച്ച ഉണ്ടാവും, ശത്രു വിജയം ഉണ്ടാവും എന്നാണ് പറയുക. നമ്മുടെ ശത്രുക്കൾ നമുക്കെതിരെ ചെയ്യുന്നതൊന്നും ഫലിക്കുന്നില്ല. അതുമാത്രമല്ല, ശത്രുക്കളിൽ മേൽ വിജയിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. അതുമാതിരി തന്നെ ധനപരമായ ഉയർച്ച ഉണ്ടാവും, കർമ്മത്തിൽ ഉയർച്ച ഉണ്ടാവും, ജോലിയിലൊക്കെ നല്ല ഉയർച്ച ഉണ്ടാവും 6ലെ ശനി വരുമ്പോൾ. അതുമാതിരി തടസ്സങ്ങളെല്ലാം മാറി കിട്ടുമെന്നാണ് പറയുക. നമുക്ക് എന്താ പറയുക, നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായിട്ട് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും സ്മൂത്തായിട്ട് കാര്യങ്ങൾ നീങ്ങുക. സ്വാഭാവികമായും മാനസികമായ സുഖവും സന്തോഷവും ഒക്കെ അതുവഴി കിട്ടുമെന്നാണ് പറയുക. ബിസിനസ്സിലൊക്കെ ഉള്ളവരാണെങ്കിൽ നല്ല പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ശനി 6ൽ നിൽക്കുന്ന സമയത്ത് ഉണ്ടാവും. കടങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ വീട്ടാൻ പറ്റും, EMI ഒക്കെ അടച്ച് തീർക്കാൻ പറ്റുന്ന ഒരു സമയമായിരിക്കും 6ൽ ശനി വരുമ്പോൾ. മാർച്ച് കഴിഞ്ഞ് 2025 കഴിഞ്ഞ് പൊതുവേ വളരെ നല്ല സമയമാണ് തുലാം രാശിക്കാർക്ക് വരാൻ പോകുന്നത്. ശനിയുടെ മാർച്ചിലുള്ള മാറ്റവും കൂടി ആകുമ്പോൾ വ്യാഴം മാറുകയാണ്, പിന്നെ ശനി മാറുന്നതോടുകൂടി വളരെ നല്ല സമയമാണ് വരുന്നത്. ഒരു വാഹനമൊക്കെ വാങ്ങാൻ ആഗ്രഹിച്ചവർക്ക് 2025 വാങ്ങാൻ പറ്റാൻ സാധ്യതയുണ്ട്. ഒരു വീടൊക്കെ വയ്ക്കാൻ ആഗ്രഹിച്ചതായ ആളുകളുണ്ടെങ്കിൽ, തുലാം രാശിക്കാരുണ്ടെങ്കിൽ അവർക്ക് വീട് വയ്ക്കാൻ പറ്റുന്ന ഒരു സമയമായിരിക്കും. അല്ലെങ്കിൽ ഒന്ന് റിനോവേറ്റ് ചെയ്യാനോ മോടി പിടിപ്പിക്കാനോ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നടക്കാം. ഒരു ഗവൺമെൻറ് ജോലിയും PSC ഒക്കെ എഴുതുന്നതായ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ വളരെ കിട്ടാൻ സാധ്യതയുള്ള സമയമാണ് തുലാം രാശിക്കാർക്ക്. അപ്പോൾ വളരെയധികം അവരുടെ നല്ല സമയമായതുകൊണ്ട് അത് ആലോചിച്ച് മനസ്സിലാക്കി അവർ പഠിക്കണം, നല്ല രീതിയിൽ ചെയ്യേണ്ട ഒരു സമയമാണത്. അതുമാതിരി ബിസിനസ്സൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ അത് എക്സ്പാൻഡ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സമയമാണ് 2025. അതിനുവേണ്ടി ശ്രമിക്കേണ്ടതായൊരു സമയമാണ് ബിസിനസ്സുകാരൊക്കെ. ജോലിയിലൊക്കെ പ്രൊമോഷനും കാര്യങ്ങളും ഇപ്പോൾ IT-ലോ അല്ലെങ്കിൽ ഫ്രീലാൻസോ IT-ലോ ഒക്കെ വർക്ക് ചെയ്യുന്നവരായ പ്രൈവറ്റ് ജോലിയിലൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ജോലി മാറാൻ നോക്കുന്ന പറ്റിയ സമയമായിരിക്കും. കാരണം നല്ല രീതിയിൽ അവർക്ക് പുതിയ ജോലികളും ഡെസിഗ്നേഷനും ഒക്കെ കിട്ടാൻ സാധ്യതയുള്ളൊരു സമയമായിരിക്കും. നല്ല പാക്കേജോട് കൂടിയിട്ട് നല്ല കമ്പനികളിൽ. 2025 തുലാം രാശിക്കാർക്ക് വളരെ നല്ല സമയമാണ് വരുന്നത്. കാരണം വ്യാഴം ഭാഗ്യസ്ഥാനമായ 9ലേക്കാണ് വരുന്നത്. അതുമാതിരി ശനി 6ലേക്കാണ് വരുന്നത്. രണ്ടും നല്ല ഫലങ്ങളാണ്. രണ്ടും പ്രധാനപ്പെട്ട 2 ഗ്രഹങ്ങളാണ്. ഈ പ്രധാനപ്പെട്ട 2 ഗ്രഹങ്ങളും വളരെ നല്ല സ്ഥാനത്തേക്കാണ് തുലാം രാശിക്കാർക്ക് മാറാൻ പോകുന്നത്. അപ്പോൾ ഈ 2025 അവരുടെ ജാതകത്തിൽ, ഇതിപ്പോൾ ചാരവശാലുള്ള ഫലങ്ങളാണ് പറയുന്നത്, അവരുടെ ജാതകത്തിൽ ഇപ്പോൾ എന്താ ദശ നടക്കണമെന്ന് കൂടി നോക്കിയിട്ട്, അതും നല്ല ദശയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ല രീതിയിൽ ഉയർച്ച ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ഇതാണെന്നുണ്ടെങ്കിൽ ജാതകം നോക്കിച്ച് അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ പരിശ്രമിച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയം ശരിക്കും ഉപയോഗിക്കുകയാണെങ്കിൽ അവരുടെ ലൈഫിൽ തന്നെ കാര്യമായ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ അത് മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യാൻ 2025 നല്ലൊരു സമയമാണ് വരാൻ പോകുന്നത് തുലാം രാശിക്കാർ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും.